ഒരുമിച്ചടുത്ത് വരുന്നു. കർത്താവെ, നിന്റെ വലിയ കരം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും കർത്താവെ വഴി നടത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരിപൂർണമായ കർത്താവെ ആശ്വാസം വിടുതലും നൽകണമേ. അപ്പൊ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ്, അങ്ങയുടെ വരവിന് വേണ്ടി കർത്താവെ ഹല്ലേലൂയ സ്തോത്രം, ഈ നാടുകളിൽ ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധനെ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിന്റെ ഹിതപ്രകാരം മെനഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോക സംഭവങ്ങൾ ഓരോന്നും കാണുമ്പോൾ മനുഷ്യനിലെ ക്രൂര സ്വഭാവങ്ങൾ വർദ്ധിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ ഉണർവ് പ്രാപിച്ചു മുന്നേറുവാൻ സ്വർഗപിതാവെ അങ്ങ് സഹായിക്കണം, ബലപ്പെടുത്തണം, കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഇന്ന് ഈ നേരത്ത് കർത്താവിന്റെ സന്നിധികൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ജീവന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, പരിപാലിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒരു ദിവസം കൂടെ അടുത്ത് വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവിന്റെ ആശ്വാസത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവകൃപയിൽ ബലപ്പെടുവാനായിട്ട്, ദൈവ ശക്തിയിൽ നമ്മൾ ബലപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ശ്രദ്ധ ഇന്ന് പകൽനേരം ദൈവവചനത്തിലേക്ക് തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം എന്നുള്ളത്. നമുക്കതിൻ്റെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നിയമിക്കപ്പെട്ടുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധമായി നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. വളരെ ആഴമുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. പല വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന, പല വിഷയങ്ങളെ സംബന്ധിക്കുന്ന വാക്യ ശകലമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വാക്യം നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ്. എന്നാൽ ഈ വാക്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണോ ഈ വാക്യം പറയുന്നത്? യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ, റോമ സഭയിലേക്ക് ഈ ലേഖനം എഴുതുന്ന സമയത്ത്, റോമിലുള്ള വിശുദ്ധന്മാർക്ക് ഈ ലേഖനം എഴുതുന്ന സമയത്ത് മനുഷ്യന്റെ വീണ്ടെടുപ്പ്, രക്ഷ, ഉയർപ്പ്, പുനരുത്ഥാനം, നീതീകരണം, നിത്യജീവൻ എന്നുള്ള ഒത്തിരി വിഷയങ്ങളെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വായിച്ച 28-ാം വാക്യത്തിന്റെ അകത്ത് എന്നാൽ അവിടെ വായിക്കുന്ന കാര്യം, എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ലെന്ന് പറയില്ല. ഹല്ലേലൂയ. ഇന്ന് നരകത്തിലേക്ക് പോകാനിരിക്കുന്നവനോട് ചോദിച്ചാൽ പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ എടുത്ത് പൗലോസ് പറയുന്നതാണ്. എന്താ അടുത്ത വാക്യം? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. കണ്ടോ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അപ്പോൾ അത് വിളിക്കപ്പെട്ടവരുടെ കാറ്റഗറിയിൽ ഉള്ളവർക്കേ ദൈവത്തെ സ്നേഹിക്കുക എന്ന അനുഗ്രഹത്തിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടാതെ, തെരഞ്ഞെടുക്കപ്പെടാതെ ഒരിക്കലും ദൈവത്തെ കാണാനോ ദൈവത്തെ അറിയുവാനോ സാധിക്കത്തില്ല. അതാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്നിവിടെ പറയുന്നു, അല്ലേ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി. അപ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ, വിളിക്കപ്പെട്ടവരുടെ നന്മയെക്കുറിച്ച് മാത്രമാണ് ക്രിസ്തു ഉത്തരവാദിയായിരിക്കുന്നുള്ളൂ.
കർത്താവായ യേശു ക്രിസ്തു ഉത്തരവാദിയായിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നീതീകരിക്കപ്പെട്ട് വിശുദ്ധിയിൽ നിന്ന് ജീവിക്കുകയും ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവം, പിതാവായ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കാരണം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നമുക്കിതിന് കൂടെ ചില നമുക്ക് ചില വാക്കുകൾ കൂടി വായിക്കാം. എന്റെ 16-ാം വാക്യം 8-16 മുതൽ ഒന്ന് വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അടുത്തത് നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. അപ്പോൾ ഈ അവകാശം എങ്ങനെ കിട്ടുന്നത്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാലാണ് കിട്ടുന്നത്. ദൈവം നമ്മെ തെരഞ്ഞെടുത്താലാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ക്വാളിഫിക്കേഷൻസ് കൊണ്ടോ ഒന്നും നമുക്കിത് പ്രാപിക്കാൻ കഴിയുന്നതല്ല. ഇത് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നതാണ്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ കർത്താവിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന അതിന്റെ 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്താണ്? കണ്ടോ? അവൻ മുന്നറിഞ്ഞ ആര്? പുത്രനാകുന്ന യേശു കർത്താവ്. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിന് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഇതാരുടെ ചിന്തയാണ്? ഇതാരാണ് ഈ വാക്യം പറയുന്നത്? ഇത് പറയുന്നത് പൗലോസാണ്. ഇതാരെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്? ആ 29-ാം വാക്യം ആരെ കുറിച്ചായിരിക്കും പൗലോസ് പറയുന്നത്? പിതാവായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. പിതാവായ ദൈവത്തെ കുറിച്ച് പറയാം. പിതാവിന്റെ ഇഷ്ടം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. പിതാവിന്റെ ഇഷ്ടം എന്താണ്? അവൻ മുന്നറിഞ്ഞവരെ, പിതാവായ ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവ് പറയുന്നത് ആത്മാവിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങളാണ്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവർ മുൻ നിയമിക്കപ്പെട്ടവരായിരുന്നു. അവരെ ആരാണ് തെരഞ്ഞെടുത്തത്? പിതാവായ ദൈവം തെരഞ്ഞെടുത്തു. പിതാവായ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞ പുത്രന്റെ ഡ്യൂട്ടി എന്താണ്? പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അവിടെ എന്താണ് പുത്രന്റെ ഡ്യൂട്ടി? എന്താണ്? അതാണ് ആ വാക്യം വായിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ കണ്ട മുന്നറിഞ്ഞവർ പിതാവിന്റെ തിരുഹൃദയത്തിലിരിക്കുന്നു. അവർക്ക് രൂപങ്ങളും ഭാവങ്ങളും വ്യക്തിത്വങ്ങളും ഉള്ള അനേക സഹോദരന്മാർ പിതാവിന്റെ തിരുഹൃദയത്തിലിരിക്കുകയാണ്. പിതാവിന്റെ തിരുഹൃദയത്തിലിരിക്കുകയാണ് ഓരോ രക്ഷിക്കപ്പെടേണ്ടവർ. പിതാവിന്റെ തിരുഹൃദയത്തിലിരിക്കുകയാണ് തേജസ്സിലേക്ക് വരേണ്ടവർ. നിത്യജീവൻ അവകാശമാകേണ്ടവർ പിതാവിന്റെ തിരുഹൃദയത്തിലിരിക്കുകയാണ്. ആ തിരുഹൃദയത്തിൽ ഇരിക്കുന്നവരെ നേടിയെടുക്കേണ്ടതിനാണ് ആ പിതാവ് തന്റെ ഏകജാതനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. സുവിശേഷം എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. ഇത് പിതാവിന്റെ അനാദി നിത്യതയിൽ പിതാവിന്റെ തിരുഹൃദയത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരാരെന്ന് പുത്രനെ കണ്ടിട്ടുള്ളൂ. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രനാ രക്ഷിക്കപ്പെടേണ്ടവർ ആരെന്ന് കണ്ടിട്ടുള്ളൂ. അവരെ പിതാവായ ദൈവം പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കും. പുത്രൻ എങ്ങനെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവരെ മേടിക്കും? തന്റെ രക്തം മറുവിലയായി കൊടുത്തു മേടിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ ആഴങ്ങൾ ഗ്രഹിക്കണം. ഇത് ആരെ കുറിച്ചാണ് നമ്മൾ ഈ പഠിക്കുകയും ചെയ്യുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ഗ്രാഹ്യമുള്ളവരായിരിക്കണം. അവിടെ വായിക്കുന്ന എന്താണ്? പുത്രൻ അനേക സഹോദരന്മാരിൽ വായിച്ചേ ആദ്യജാതനാണ്. അപ്പോൾ എന്താ പിതാവിന്റെ ഇഷ്ടം? ശ്രദ്ധിച്ചോ എന്താന്ന്? തെരഞ്ഞെടുക്കപ്പെടുന്നവരല്ല ആദ്യ ഫലം വരുന്നത്. ആദ്യ ഫലം തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനെ വരാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർ പിതാവിന്റെ തിരുഹൃദയത്തിലുണ്ട്. അവരെല്ലാം സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കണം. അവരാരാണ്? തേജസ്സിലേക്ക് വരേണ്ട ദൈവപുത്രന്മാരാണ്. അവര് തേജസ്സിലേക്ക് വരണം. പക്ഷേ അവരിൽ ആരും
അവര് മനുഷ്യരാണ്. അവർ മനുഷ്യരിൽ നിന്ന് മനുഷ്യരൂപത്തിൽ മനുഷ്യരായി ലോകത്തിൽ ജനിക്കുമ്പോൾ അവര് ഇരിക്കുന്ന ഇടത്ത് എന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ അനാദി നിത്യതയിലെ പിതാവിന്റെ സ്നേഹം രക്ഷിക്കപ്പെടേണ്ടവരുടെ ഹൃദയത്തെ സ്വത്രം ആകർഷിക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പിതാവ് ആവശ്യത്തല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം തുടിക്കുന്നത്, ബലപ്പെടുന്നത്, അന്യഭാഷയിൽ ആരാധിക്കുന്നത്? കാര്യം എനിക്ക് ഇതുവരെ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു പിതൃബന്ധം എന്റെ ആത്മാവിനുള്ള ബന്ധത്തിലുണ്ട്. അത് സ്വന്തം ഈ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല, അനാദി നിത്യതയിൽ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ ഞാൻ സേവിക്കുന്നവനും ഞാൻ ഉയർത്തുന്നവനുമാകുന്ന കർത്താവിനെ എനിക്കറിയാം. എവിടെ അറിയാം? എപ്പോഴറിയാം? അനാദി നിത്യതയിൽ നിന്നെ തിരക്കെടുക്കേണ്ടതിന് പുത്രനോട് പിതാവ് അരുളി ചെയ്തപ്പോൾ അതിന്റെ നടുവിൽ രക്ഷിക്കപ്പെടേണ്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ വെളിപ്പെടേണ്ട പിതാവിന്റെ സ്നേഹവാശങ്ങൾ അവിടെ വെളിപ്പെടുവായിരുന്നു. മനസ്സിലാകണം, ഇത് എവിടെയാണ്? ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇതൊക്കെ സംഭവിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? അത് സ്വർഗത്തിലാണ്. ആമേൻ. പിതാവിന്റെ ഭവനത്തിലാണ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി അനേക വാസസ്ഥലങ്ങൾ ഒരുക്കി. എന്റെ പുത്രനോടുകൂടെ ഏകജാതനോടുകൂടെ അനേകർ സ്വർഗത്തിൽ വാഴണം. അതിനുവേണ്ടി അനേക വാസസ്ഥലങ്ങൾ ഒരുക്കി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവർ തിരിച്ചു വരുമ്പോൾ അനേക വാസസ്ഥലങ്ങളിൽ പുത്രനോടുകൂടെ വസിക്കണം. എന്റെ പുത്രനോടുകൂടെ അനേക ആദിജാതന്മാർ വസിക്കണം. ആദ്യ ഫലത്തോടുകൂടെ ആദ്യജാതന്മാരുടെ സഭ. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് ഈ ലോക്കൽ ചർച്ചിനെ കുറിച്ചല്ല പറയുന്നത്. സാർവത്രിക സഭയാകുന്ന ലോകമെമ്പാടും കിടക്കുന്ന സ്വർഗത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചെല്ലുന്ന സഭയിൽ ഞാനും നിങ്ങളും ഉണ്ടോന്ന് വ്യക്തിപരമായിട്ട് ഉറപ്പിച്ചോളാം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മറ്റു വഴിയിലൊന്നും കയ്യാളെ കയറാനും മാണ്ടി കൂടെ പോകാനൊന്നും ഇന്ന് സമയമില്ല. കാര്യം എന്ന് പറഞ്ഞ് എന്നും മാണ്ടി ഇടിക്കാനേ സമയമുള്ളൂ. നീ നേരെ ഒന്ന് പോ, ഇനിയെങ്കിലും സമയം തീരാറായി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം, പട്ടുപോയവനൊക്കെ പോട്ടെ. കാര്യം ഇത്രയും നാള് കൊടുത്തിട്ട് അവനൊന്നും കണ്ണു തുറന്നിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ഇപ്പോഴും ആവലാതിയും വേവലാതിയും പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്നും അതിന്റെ നിത്യതയെ കുറിച്ച് കേൾക്കുമ്പോഴും ബോധമില്ലാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ ഞാൻ വിട്ടേക്ക്. അതൊക്കെ ന്യായവിധിയിലേക്ക് വരുമ്പോൾ വഴി തെറ്റിച്ചവരും വഴി തെറ്റിയവരൊക്കെ അവിടെ പറഞ്ഞോളും. നമുക്ക് വചനം ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവൻ മുന്നറിഞ്ഞവരെ, പിതാവായ ദൈവം മുന്നറിഞ്ഞവരെ, പിതാവാണ് അറിഞ്ഞത്. മുന്നറിഞ്ഞവരെ പിതാവാണ് അറിഞ്ഞത്. നമ്മൾ ദൈവത്തെ അറിയാൻ തുടങ്ങിയത് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് ഞാനിപ്പോ 15 വർഷമായി അറിയാൻ തുടങ്ങിയത്, അല്ലേ? ഹല്ലേലൂയ. ഈ 15 വർഷം കൊണ്ട് ഞാൻ അറിയുന്ന കാര്യങ്ങളൊന്നും ഈ ലോകത്തിലോ ഈ ലോകത്തിന്റെ വ്യാപ്തിയിലോ പെടുന്ന കാര്യമില്ല. അറിയുന്ന കാര്യങ്ങളെല്ലാം നിത്യമായ കാര്യങ്ങളാണ്. ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഈ സൃഷ്ടികൾക്കും ഉൾക്കൊള്ളുന്ന അതിൽ ഒതുങ്ങി നിൽക്കുന്നതിനെ അല്ല ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് നാം ആരാണ്, നാം എവിടെ നിന്ന് വന്നു. നമ്മളിരിക്കുന്ന ആത്മാവിനെ തെരഞ്ഞെടുത്തൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല. നീ എന്തേ ഇവരിൽ ആരാധിക്കുന്നത്? എന്തേ കർത്താവിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് നീ പാപം വിട്ടൊഴിയുന്നത്? വിശുദ്ധി തേയ്തിന് കാരണം എന്താണ്? ഈ മുന്നറിഞ്ഞവർ മേൽ പിതാവിന്റെ സ്നേഹ സ്പർശം വെളിപ്പെടുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ മോഹത്തെ വിട്ടൊഴിയാൻ ഇടയായിത്തീരുന്നത്. ഇത് കണ്ട് ലോകത്തിൽ നരകത്തിൽ പോകാനിരിക്കുന്നവര് ചോദിക്കുകയോ എന്നതാ പ്രാർത്ഥന ആരാധന. അവൻ അറിയുന്നില്ല. അവന്റെ മൂക്കിലെ ജീവശ്വാസം തീർന്നാൽ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങും. അവനെ കൊണ്ടുപോകുവാൻ നരകത്തിൽ നിന്ന് മരണത്തിന്റെ ദൂതനും കാളകളും ഹല്ലേലൂയ നായ്ക്കളും സിംഹങ്ങളും ഹല്ലേലൂയ കൂറ്റന്മാരും വന്ന് അവനെ ബന്ധിച്ച് അവന്റെ പ്രാണനെ അവനിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ മരണത്തിന്റെ പ്രവാഹങ്ങൾ അവന്റെ പ്രാണന നേരെ എഴുന്നേൽക്കുമ്പോഴാണ് നിന്റെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ച് നീ ചിന്തിക്കുന്നതെങ്കിൽ നീ പോഷനാണ്, അല്ലേ? പോഷനാണ്. ഹല്ലേലൂയ. നമ്മുടെ നിത്യത എവിടെയാന്ന് ചോദിക്കുമ്പോ ചിലർ ഇവിടത്തെ റേഞ്ച് പിടിച്ചാണ് നടക്കുന്നത്. പോക്ക് കേസായൊന്നും പറയാനില്ല. കാര്യം നല്ലൊരു കാലഘട്ടം മുഴുവൻ അറിയേണ്ടതൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ട് യൗവനകാലത്ത് സൃഷ്ടാവിനെ നല്ല സമയത്തിൽ അടിസ്ഥാനക്കല്ലിടണം കേട്ടോ. ഹല്ലേലൂയ. നല്ലൊരു സമയം കഴിഞ്ഞിട്ട് പിന്നെ രോഗത്തിന്റെയും കഷ്ടതയും വേദനയുടെ എല്ലാം നടുവിലിരുന്നോണ്ട് സ്തോത്രം ഹല്ലേലൂയ നീ കിടന്നോണ്ട് ഈ അഴലാതെ നല്ല സമയത്ത് തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇടണം. ആമേൻ.
കാര്യങ്ങൾ ദൈവത്തെ മോത്തപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നീ നേരോടും നീതിയോടും കൂടെ നടന്നു കഴിഞ്ഞു. നേരോടും നീതിയോടൊക്കെ എല്ലാവരും നടക്കുന്നുണ്ടെന്നേ, ഒരുമാതിരിക്ക് എല്ലാവരും തന്നെ മനുഷ്യരെ എല്ലാ പാപികളും തന്നെ അവന്റെ ബോധിച്ച നേരും നീതി കാണുന്നുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാവുന്ന നേരും നീതിയൊക്കെ ഒത്തിരി പറയും, പാപജീവിതം ഉപേക്ഷിക്കുന്ന കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ല. ഉണ്ടോ? നേരും നീതിയൊക്കെ പറയും, കണക്കിന് പണത്തിന്റെ കാര്യം, ക്രമീകരണത്തിന്റെ കാര്യം, നേര് ന്യായം നീതിയൊക്കെ ഒത്തിരി പറയും. നീ പാപജീവിതം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അവനവിടെ ഇന്ന് പാപമനുഷ്യന്റെ സ്വഭാവം എന്താന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നേരും നീതിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് മറുവശത്ത് മുടിഞ്ഞ പാപം ചെയ്യുകയും ചെയ്യും, ആരും അറിയില്ല. അതാണ് ഈ പാപ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത. പുറമെ ഡീസന്റ്, അകത്തവൻ ആളലിയ. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, എന്താ വെള്ളയടിച്ച കുഴിമാണ്, പുറത്തെ വെള്ളയും അതിന്റെ പുറത്തെ എന്താ പറയുക ഡിസൈൻ ഒന്നും കണ്ട എന്നെ സന്തോഷിക്കുക, അതൊന്നും പൊളിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് നാറി നശിച്ചിരിക്കുകയാണ് അകത്ത്. അതുകൊണ്ടാണ് നിന്നെ ആ നാറി നശിച്ച അവസ്ഥയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നിന്നെ സമ്പൂർണമായി കഴുകി, നിന്റെ അകൃത്യങ്ങളെ കഴുകി വെണ്മയായി തീരുവാനാണ്. വെണ്മ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന്റെ വെണ്മയല്ല കേട്ടോ, വിശുദ്ധി പ്രാപിക്കണം. പാപജീവിതത്തോട് ഗുഡ് ബൈ പറയണം. വ്യക്തിപരമായ ജീവിതത്തിൽ നീ പാപത്തോട് എതിർത്ത് നിന്ന് ജയിക്കണം. അങ്ങനെ നീ പാപത്തെ ജയിച്ച് മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളും കാലങ്ങളും വർഷങ്ങളും നിനക്ക് എണ്ണി പറയുവാൻ കാണണം. അതാണ് വിശുദ്ധന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായോ? വെറുതെ പറയുന്ന കേസല്ല. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നീ പാപത്തെ ജയിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. പാപത്തെ ജയിച്ച് ജീവിക്കണം. പാപം ചെയ്യാനുള്ള എല്ലാ അവസരവും നിന്റെ മുമ്പിൽ വരും. നീ സ്വർഗത്തിലേക്ക് നോക്കി അത് ചെയ്യാതെ വണ്ണം ദൈവകൃപയിൽ ആശ്രയിക്കണം. അവനാണ് ദൈവരാജ്യം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ കേട്ടോണ്ടിരിക്കുന്ന പലതും കേട്ടാൽ നിത്യ നരകത്തിലെ പലതും ചൊല്ലുള്ളൂ. ഹല്ലേലൂയ. പാപത്തിനെതിരെ മിണ്ടുന്നില്ല. അനേകർ സഭകളുടെ അകത്ത് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അനേകർക്ക് പാപത്തെ ജയിക്കാൻ അറിയത്തില്ല. ഇന്ന് അറിയത്തില്ല, ഒത്തിരി പേർക്ക് അറിയത്തില്ല. ന്യൂ ജനറേഷൻ പുതിയ തലമുറ വന്ന് പിള്ളേരിരുന്ന് കഴിഞ്ഞാൽ അവരാണെങ്കിൽ പഞ്ചഭാവമായിട്ടിരിക്കുന്നേ ഉള്ളൂ. അവര് പാപം ചെയ്യേണ്ട മേഖല വരുമ്പോ കുത്തഴിഞ്ഞ് പാപം ചെയ്യും. ഞായറാഴ്ച ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ കുരുവിയിരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും അവൻ ഭക്തിയൊന്നുമല്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കണം. ഒരു കാര്യം പറയാം, നീ പാപത്തോട് ഇതുവരെ പോരാടി ജയിച്ചിട്ടില്ലെങ്കിൽ നിത്യത നിനക്ക് ഉണ്ടാകത്തില്ല കേട്ടോ. നീ പ്രതീക്ഷിക്കുന്ന വെറുതെ വെള്ളം കോരണ്ട. ഇതിനു വേണ്ടി ഇതുവരെയും പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നീ വ്യക്തിപരമായി വിശുദ്ധ ജീവിതം നയിക്കാനാണ്. ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച് വിശുദ്ധിയോടെ മുന്നേറുവാൻ അനേകർ താല്പര്യപ്പെടാത്തതിന് കാരണം. അപ്പോൾ എന്ന് അനുസരണക്കേടിന്റെ ആത്മാവിൽ ഇരിക്കുന്നവർ പറഞ്ഞു പരിശുദ്ധാത്മാവ് തന്നത് രോഗശാന്തിക്കാണ്, വിടുതൽ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്കാണ്, അങ്ങനെയുള്ള വലിയ ശക്തിയൊരു ശുശ്രൂഷക്കാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. അതൊക്കെ ശരി, അതൊക്കെ സെക്കൻഡറി. പ്രൈമറി നിന്റെ വിശുദ്ധ ജീവിതം ഉറപ്പാക്കണം. വിശുദ്ധ ജീവിതം ഉറപ്പാക്കണം. ഇന്ന് പിള്ളേരാകട്ടെ പാർന്നോമാരെല്ലാം കണക്കാന്നേ, പുറമെ ഡീസന്റ്, പുറമെ കാര്യങ്ങളെന്ന് അന്വേഷിക്കുമ്പോഴാണ് പലതിന്റെ ജീവിതം എന്നാന്നറിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് സങ്കീർത്തനം പ്രബോധിച്ചപ്പോ പറഞ്ഞു, എന്നാ പറഞ്ഞേ, 70 വയസ്സും 60, 70, 80 വയസ്സുള്ള പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതുക്കന്മാരല്ലേ. അങ്ങനെ പറയേണ്ടി വരിക. എന്നാ പറഞ്ഞ അവര് വന്നിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെയല്ലേ അവിടെ വെച്ച് പാലത്തിൽ നിന്ന് സ്വന്തം അമ്മ വലിച്ചെറിഞ്ഞ്. ലോകത്തിലെ സകല സാഹിത്യങ്ങളും കവിതകളും അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന സ്നേഹത്തെ വാനോളം ഉയർത്തി കണ്ടിട്ടുണ്ട്. പക്ഷേ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നോക്ക്, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തിലേക്ക് നോക്കിക്കേ. വചനം എന്താ പറയുന്നത്? നീ അമ്മ അല്ലെങ്കിൽ അമ്മ മക്കൾക്കും മക്കൾ അമ്മയ്ക്കും എല്ലാം എതിരായിത്തീരുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ? മാതൃസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ കുഞ്ഞിന്റെ വേദന കാര്യം, അവൾക്ക് ദുർനടപ്പ് ആചരിക്കാൻ വേണ്ടി അല്ല ദുർനടപ്പിലേക്ക് പോകാൻ വേണ്ടി കുഞ്ഞ് ബാധ്യതയാക്കുമ്പോ കുഞ്ഞിനെ ഒഴിവാക്കുക അല്ലേ? ലോകസുഖങ്ങളിലേക്ക് പോകാനായിട്ട് സ്വന്തം വരുമ്പോ മാതാപിതാക്കന്മാരെ ഒഴിവാക്കുക, മക്കളെ ഒഴിവാക്കുക, ഭാര്യ ഒഴിവാക്കുക, ഭർത്താവിനെ ഒഴിവാക്കുക. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം, മുമ്പിൽ തുറന്ന ഒരു നരകമുണ്ട് കേട്ടോ. അല്ലാതെ ഇവരൊക്കെ സ്വർഗത്തിൽ പോകുന്നു പ്രസംഗിക്കാൻ ഇവർക്കൊക്കെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെടണം. മനസ്സിൽ ചെയ്ത പ്രവൃത്തിയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം. ഉണ്ടോ ഇത്?
അനേകർ സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഇന്നും ഇരിക്കുകയാണ്. തലമേൽ ലൂസിഫർ കൂട് വെച്ചിരിക്കുക, എന്നിട്ട് കാണാനുള്ള കൃപയില്ല. ഹല്ലേലൂയ, അത്ര എത്തി അല്ലേ? അടുത്ത ആ ഭാഗം വായിച്ചേ, നമ്മൾ ഒത്തിരി മാറിപ്പോയി. ആമേൻ, സ്തോത്രം. അവിടെ വായിക്കാം, അവൻ മുന്നറിഞ്ഞവരെ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാവുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പൊ രക്ഷയുടെ സത്യം ശ്രദ്ധിക്കണം. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വരുമ്പോൾ വിൻസെന്റ് ആകുന്ന എനിക്കൊരു കാര്യം പറയാൻ പറ്റും. എന്നാന്നറിയാവോ? നിങ്ങൾക്കും പറയാൻ പറ്റണം. എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവം ഭൂമിയിലെ അനുഭവം. ഈ കാര്യമല്ല പറയുന്നത്, ഭൂമിയിലെ അവിടെ പോയത് ഇവിടെ പറഞ്ഞ് അവർ ചെയ്ത് ഇവർ ചെയ്ത കാര്യമല്ല. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെ വിൻസെന്റ് ആകണമെന്നറിയോ? വിൻസെന്റ് തിരിച്ചറിയണം, വിൻസെന്റിനെ അനാദി നിത്യതയിൽ പിതാവ് നിന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. വിൻസെന്റ് അറിയണം, അത് ഞാൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ സുവിശേഷം കേട്ടപ്പോൾ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ട വിൻസെന്റിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം, എന്നെ സ്വർഗത്തിലെ പിതാവ് തെരഞ്ഞെടുത്തതാണ്. ഞാൻ പിതാവിന്റെ അനാഥിത്വത്തിലെ കാര്യപരിപാടിക്കകത്ത് വിൻസെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അനേകരുടെ പേര് ഇന്നും അഭിഷേകമില്ലാതെയും ആത്മാവില്ലാതെയും നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു വരുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഓട്ടത്തിൽ നമ്മൾ ജയിക്കുവാൻ കർത്താവ് എന്നോട് കൂടെ വന്നിരിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, നമ്മളിൽ വസിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് അവനെ ജയിക്കുവാനാണ്, ലോകത്തെ ജയിക്കുവാനാണ്. ചിലരുടെ ചിന്താഗതി ഇന്ന് പെന്തക്കോസിൽ തന്നെയുള്ള ചില പിതാവ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ദൈവം. അപ്പൊ ക്രിസ്തു ഇച്ചിരി കൂടെ ശക്തി കുറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് തീരെ നമ്മുടെ ലെവലൊക്കെ ആണെന്നാ ചിലർ ചിന്തിക്കുന്നത്. അത്രേ ചിലർ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പിതാവിനോളം തന്നെ ശക്തിയും അധികാരവും എല്ലാം നിറവിനോളം പിതാവിന് തുല്യമാണ്, പുത്രന് തുല്യമാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ദുർവ്യാഖ്യാനം വരുന്നതെന്നറിയാവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വിധേയപ്പെടാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. അതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പലപ്പോഴും വചനം പറയുന്നത് അറിവ് ചീർപ്പിക്കുന്നുണ്ട്. അനേകരുടെ അറിവ് ദൈവത്തിന്റെ വെളിപ്പാടുകളെ ഒതുക്കുകയാണ്. ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വിധങ്ങളുണ്ട്. അതിന് നമ്മൾ വിധേയപ്പെടാതെ അറിവിന്റെ പുറകെ പോകും. അറിവിന്റെ പുറകെ അറിവ് വർദ്ധിക്കുകയുള്ളൂ, ദൈവകൃപ വർദ്ധിക്കത്തില്ല. ദൈവകൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയിലേ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് വിശുദ്ധി പ്രസംഗിക്കാത്തടത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നില്ല. വിശുദ്ധി പ്രസംഗിക്കാത്തടത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നില്ല. വിശുദ്ധി പ്രസംഗിക്കാതെ വെളിപ്പെടുന്ന ശക്തികളും ശുശ്രൂഷകളും കൃപാവരങ്ങളും ശ്രദ്ധിച്ചോളൂ, പരിശുദ്ധാത്മാവിൽ നിന്നല്ല. വീണ്ടും നമ്മൾ മാറിപ്പോയി അല്ലേ? നമ്മൾ വായിച്ച ഭാഗം വായിക്കുന്നത് അവൻ മുന്നറിഞ്ഞവരെ. ആ വാക്യം വളരെ വളരെ സ്ട്രോങ് ആണ്. പൗലോസ് പ്രാപിച്ച വെളിപ്പാട് ശ്രദ്ധിക്കണം. അവൻ മുന്നറിഞ്ഞവരെ. പിതാവിന്റെ പദ്ധതി അതായിരുന്നു. ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവർ സ്വന്തം ദൈവരാജ്യത്തിൽ വരുവാൻ തക്കവണ്ണം ഞാൻ ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, പുത്രനാകുന്ന കർത്താവിനോട് തന്റെ മടിയിലിരുന്ന ഏകജാതനോട് പറയുന്നു, നീ കടന്നു ചെല്ലണം, ലോകത്തിലേക്ക് കടന്നു ചെല്ലണം. ഞാൻ നിനക്ക് നിയോഗിച്ച സമയത്തിലേക്ക് കാലസമ്പൂർണതയിൽ കടന്നു ചെല്ലണം. നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി നീ യെരുശലേമിൽ തകർക്കപ്പെടണം. നീ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടണം. അവൻ നിങ്ങളെ ക്രൂശിക്കും. നീ മനുഷ്യരുടെ ന്യായവിധിയിൽ ഏൽപ്പിക്കപ്പെടും. നീ അടക്കപ്പെടും. എന്നാൽ മൂന്നാം നാൾ ഞാൻ നിന്നെ ഉയർപ്പിക്കും. മനസ്സിലാക്കണം, ഇതെന്തിനാണ് ചെയ്തത്? കർത്താവായ യേശു ക്രിസ്തു കാൽവറി തകർക്കപ്പെട്ടത് എന്റെ പാപത്തിനാണെന്ന് വിൻസെന്റ് പറയുമ്പോൾ വിൻസെന്റിന്റെ വാക്കാ ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൈവിടപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ ആ പിതൃത്വം ഏറ്റെടുക്കണം. കർത്താവ് എന്റെ അകൃത്യത്തിന് വേണ്ടിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു കാര്യം പറയും, ഇത് ഏറ്റെടുത്ത് മനുഷ്യൻ കേൾക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ കേൾക്കണം, സാക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയണം കേട്ടോ. ആളെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്ന പറഞ്ഞാൽ എന്നാ? പരിശുദ്ധാത്മാവ് ഭൂമി സാക്ഷ്യം പറയുന്നത് എന്താ? വിൻസെന്റ് ആകുന്ന എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയത് കൊണ്ട് എന്നെ അനാദി നിത്യതയിൽ പിതാവ് തെരഞ്ഞെടുത്തതാണ്. എന്താണ് പരിശുദ്ധാത്മാവ് തന്നതിന്റെ ഉദ്ദേശം? എന്നെ ദൈവ രാജ്യത്തിൽ കൊണ്ടുചെല്ലണം.
അവന്റെ സന്നദ്ധയിൽ വിശുദ്ധന്മാരുടെ സഭയിൽ ഞാൻ നിൽക്കണം. എന്നെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരും പിതാവിന്റെ തിരുഹൃദയത്തിലുള്ള ഓരോരുത്തരും പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ഈ തേജസ്സിലേക്ക് നടത്തിയ ആദ്യ ഫലഭാഗത്ത് ക്രിസ്തു ഞങ്ങൾക്ക് മുമ്പായി നടക്കും. ഈ പ്രത്യാശയുണ്ടോ? ഈ പ്രത്യാശ ഉള്ളവരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അനേകർക്ക് ഇത് അറിയത്തില്ല, മറ്റു കാര്യങ്ങളെല്ലാം അറിയാം. പാസ്റ്റർ എന്ന ആ ഇനിഷ്യലിന്റെ അകത്ത് സ്തോത്രം സുവിശേഷവും ദൈവതേജസ്സും ഉയർപ്പും പുനരുത്ഥാനവും കർത്താവിന്റെ വരവും ഒഴിച്ചൊന്നും വിളമ്പരുത് കേട്ടോ. ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ക്രിസ്തുവിന്റെ അതിര് വിട്ട് നീ പോയാൽ പിതാവും പുത്രനുമില്ല. ഇന്ന് അനേകർ ക്രിസ്തുവിന്റെ അതിര് വിട്ട് പോയിട്ട് ബന്ധനത്തിലാണ്. ചിലർ വന്നിട്ട് പറയുന്നത് എനിക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എപ്പോഴാണ് ക്രിസ്തുവിന്റെ അതിര് വിട്ടുപോയത്? ചിലരിങ്ങനെ വലിയ യോഗികളായിട്ടൊക്കെ ഇരിക്കും. ഒരെണ്ണം പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കില്ല, അന്യഭാഷയില്ല, കൈയടിക്കില്ല, ആരാധിക്കില്ല, ഒന്നുമില്ല. അവരിങ്ങനെ ദൈവങ്ങളായിട്ടിരിക്കും. ഒരു കാര്യം പറയാം, എപ്പോഴാ കർത്താവ് കൈവിടപ്പെട്ടിട്ട് സാത്താൻ കാലെ പിടിച്ച് അലക്കുന്നെന്ന് നോക്കിയിരുന്നോ? ഹല്ലേലൂയ. അനേകർക്ക് വരുന്ന കാര്യമാണിത്, അനേകർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഇത് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ. സുവിശേഷത്തെ പുൽപ്പിറ്റിന്റെ മുമ്പേ നിൽക്കുമ്പോൾ, പുൽപ്പിറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം. ഇവിടെ ദൈവപുത്രന്റെ ശരീരയാഗ നിമിത്തം പാവിയായിരുന്ന വിൻസെന്റ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വിൻസെന്റ് ഏറ്റവും താഴണം, യേശു ക്രിസ്തു ഏറ്റവും ഉയരണം. ഇത് നടക്കാത്ത ഇടത്തൊക്കെയും ദൈവത്തിന്റെ ക്രോധം തന്നെ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ നമ്മളെ രക്ഷിച്ചവന്റെ മഹത്വം പറയണം. ഇന്ന് കാണുന്ന നാമമാത്ര പല സംഘടനകളുടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നില്ല. ജനത്തെ പേടിപ്പിക്കാതെ, ജനത്തിന് ദുഃഖം വരാതെ, ജനത്തെ സന്തോഷിപ്പിച്ച് 3.5-4 വർഷം എങ്ങനെയെങ്കിലും കൊള്ളാവുന്ന സഭയെ പിടിച്ചു നിന്ന് 5 കാശുണ്ടാക്കി അടുത്ത പ്രസ്ഥാനം നോക്കി കുടുംബം നോക്കി പോയിട്ട് എല്ലാം കഴിയുമ്പോൾ ഞാൻ ആരെ വഞ്ചിച്ച് അവർ നരകത്തിലേക്കും ഞാൻ അങ്ങനെ വിരുദ്ധ പ്രാവശ്യം സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി ബുദ്ധിമാന്മാരുണ്ട്. കർത്താവ് ഇത് കണ്ടോണ്ടായിരിക്കുന്നേ അല്ലേ? കർത്താവ് ഇത് കണ്ടോണ്ടായിരിക്കുന്നേ. നീ സത്യം പറയുന്നില്ലെന്നെങ്കിൽ കർത്താവ് ഹല്ലേലൂയ ഈ അവസ്ഥകളൊക്കെ അങ്ങ് മാറ്റും. ഞാൻ പറയുന്നത് മാറണം. അവസ്ഥകൾ മാറട്ടെ, അവസ്ഥകളെല്ലാം മാറട്ടെ. സത്യവചനം പുറത്ത് പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ 2 വാക്യം വെച്ച നമ്മൾ ഇരിക്കുന്നത് അല്ലേ? അന്ന് നമുക്കൊന്നും കൂടെ വായിക്കാം. അവിടെ വായിക്കുന്ന അവൻ മുന്നറിഞ്ഞവര് തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകണമെന്നുണ്ടെങ്കിൽ അവൻ ഇത് ഞാൻ പറയട്ടെ, പിതാവിന്റെ തിരുഹൃദയത്തിൽ അനേക വിശുദ്ധന്മാരെ പിതാവ് അനാദിയിൽ കണ്ടിട്ടുണ്ട്. അവരെ പുത്രന് കാണിച്ചു കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? പുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് പിതാവിന്റെ കയ്യിൽ നിന്ന് പിതാവിന്റെ തിരുഹൃദയത്തിൽ ഉള്ളവരെ വിലയ്ക്ക് മേടിക്കുകയാണ്. അവരെ വിലയ്ക്ക് മേടിക്കുമ്പോൾ അതിലൊന്നും തകർന്നു പോകാതിരിക്കാനാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന മഹാപുരോഹിത പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? കർത്താവ് നമ്മുടെ ആത്മാക്കളെ വീണ്ടെടുത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പുത്രൻ ജാഗരിക്കുകയാണ്. അവൻ ജാഗരിക്കുന്നു എന്ന് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പിതാവിനോട് പറയണം. അത് ഹല്ലേലൂയ. പിതാവിനോടത് പറയണം. അത് നടന്നത് നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ ശബ്ദവും ഭൂമിയിൽ അത് പ്രസരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതിനെല്ലാം മുമ്പേ ഒരുവൻ നമുക്ക് വേണ്ടി നമ്മെ ഏറ്റെടുത്ത് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഒരുവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് അത് കാണുന്നത്. അത് പിതാവിനോട് പറയുകയാണ് ചെയ്യുന്നത്. ആളെ പിതാവിന്റെ കരത്തിൽ നിന്ന് മേടിച്ചു. അവയൊന്നും നശിച്ചു പോകാതെ കർത്താവിന്റെ വരവിൽ അവയെല്ലാം പ്രത്യക്ഷമാകണം എന്നുള്ള വലിയ പദ്ധതിക്ക് വേണ്ടി ക്രിസ്തു തന്നെ സകലത്തിനും ആളെ കാരണഭൂതനായിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞെട്ടി എഴുന്നേക്കരുത് കേട്ടോ. കാഹളം ധനിക്കുമ്പോ കണ്ണു തുറക്കുമ്പോ എല്ലാരും പോകും. പിന്നെ ഞെട്ടേണ്ട ആവശ്യമില്ല, വീട്ടിൽ പോകാം. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചേ. 8:28-29 വായിച്ചു.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. കണ്ടോ, അവന്റെ സ്വരൂപത്തോട് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക. അതിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തില് നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു ഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. അതിന്റെ 3-ാം അധ്യായം. ഹല്ലേലൂയ. മൂന്നാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ 18-ാം വാക്യം വായിച്ചേ. 3:18. പലയിടത്തും പല വിഷയങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കണം. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ കണ്ടോ, പ്രതിബിംബിക്കുന്നവരായി എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കണ്ടോ, അതേ ഇപ്പൊ രൂപാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ കൃപ പകർന്നിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ പ്രതിബിംബിക്കണം. എങ്ങനെ? ആദ്യ ഫലമാകുന്ന ക്രിസ്തു ദൈവരൂപത്തിലിരിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ കാണിച്ചു തന്നു അവൻ എങ്ങനെയാണ്. അവന്റെ വസ്ത്രങ്ങൾ തേജസ്സായി, അവന്റെ ശരീരം തേജസ്സായി, മുഖം ശക്തിയോടെ സൂര്യനെ പോലെ ശോഭിച്ചു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ ആ അവസ്ഥ, ആ സെയിം ഇമേജ് നമുക്ക് വരണം. നമുക്ക് ഇനി ഒരു പുതിയ ശരീരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പുതിയ ശരീരം എങ്ങനെയാണ്? തേജസ്സിനെ പ്രതിബിംബിക്കുന്ന ശരീരമാണ്. നമ്മളിൽ ഒരു തേജസ് വെളിപ്പെടും. നമ്മളിലെ തേജസ് ആരുടെ തേജസ്സാ? അത് പുത്രന്റെ തേജസ്സാണ്. പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ് നമ്മളിൽ വെളിപ്പെടും. അപ്പോൾ അവന്റെ തേജസ് നമ്മളിലേക്ക് വരും. അത് നമ്മൾ പ്രതിബിംബിക്കണം. ഇതിനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തേജസ് പ്രാപിച്ച് അവന്റെ സന്നിധിയിൽ വേദനയില്ലാത്ത, കണ്ണീരില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത ആ രാജ്യത്തിൽ നമ്മളെ ചേർക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ നാം അവന് മുമ്പേ നമ്മൾ അവന്റെ സന്നിധിയിൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നാം പ്രത്യക്ഷമാകുക എന്ന വിഷയമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മുന്നറിയിപ്പ് വിളിച്ചവരെ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്ന 29-ാം വാക്യം. അപ്പോൾ ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രം അറിയാവുന്ന സത്യമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ മുൻ നിയമിച്ചവരാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ. അപ്പൊ ആരാണ്? വിളിക്കപ്പെട്ടവരുടെ ശരീരം മാത്രമേ രൂപാന്തരപ്പെടത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ പ്രോസസ്സ് ശ്രദ്ധിക്കണം. ആ പ്രോസസ്സ് എങ്ങനെയാണ്? വിളി ഒന്നാമത് വന്നു. ഹല്ലേലൂയ. ഒന്നാമത് വിളി വന്നു, രണ്ടാമത് നീതീകരണം വന്നു, മൂന്നാമത് തേജസ്കരണം വന്നു. വിളിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, തേജസ്കരിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്, അല്ലേ? നീതീകരിക്കപ്പെട്ടു, നമ്മളെ വിളിച്ചവരെയാണ് നീതീകരിക്കത്തുള്ളൂ. നീതീകരിച്ചതിന് നമ്മളുടെ മേൽ നമുക്ക് മുദ്രയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് അറിയാം, ഹല്ലേലൂയ, കർത്താവ് സ്വർഗത്തിലെ പിതാവ് എന്നെ തെരഞ്ഞെടുത്തു. ഇതാണ് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ദൈവകരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള സത്യം അവരനുഭവിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തൊരു ഇരിക്കുന്ന എന്നാണെന്നറിയാവോ? ഹല്ലേലൂയ, ഇവർ ഈ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും അനുഭവമില്ല. ഞങ്ങൾ ബലത്തോടെ പ്രസംഗിച്ചാൽ ഇവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പോലെ ആകുന്ന ചിലർ വിചാരിക്കുന്നത്. ചിലർക്ക് അനുഭവമില്ലാതെ കിടന്നത് എന്താ പറയുന്നത്? അതര വ്യായാമം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ അനുഭവമില്ല. അനുഭവം എന്നാ? പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്നതാണ് അനുഭവം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കണം, അല്ലേ? അങ്ങനെയല്ല അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ വായിക്കും നമ്മൾ അവിടെ സ്തോത്രം അവിടെ അടുത്ത വാക്യം വായിക്കുമ്പോൾ വിളിച്ചവരെ നീതീകരിച്ചു,
ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ കണ്ടോ? അത് ആർക്ക്? നമ്മളെപ്പോഴും വായിക്കുന്ന കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് നമ്മൾ ഘോരം ഘോരം പ്രാർത്ഥിക്കും. ഇത് ആരെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാ ഈ ആപ്ലിക്കേഷൻ ഉള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ സിമ്പൽ എന്താ? പരിശുദ്ധാത്മാവ് അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമാണ് സ്തോത്രം അവരാ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അവരാ നീതീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് തേജസ്കരണം വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് തേജസ്കരണം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വായിച്ച വാക്യം നോക്കുമ്പോൾ അവിടെ വായിക്കും, ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തത് ആര്? സഭായോഗത്തിൽ പോകുന്നവനെ കുറ്റം ചുമത്തുന്നവൻ ആരും നല്ല പറഞ്ഞേക്കുന്നത്. സംഘടനയെ പേരുള്ളവനെ കുറ്റം ചുമത്തുന്ന ആരും നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തെരഞ്ഞെടുത്തവരെ, ദൈവം തെരഞ്ഞെടുത്തവരെ കണ്ടു ആര് കുറ്റം ചുമത്തും? അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രം അവിടെ സ്തോത്രം അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. സ്തോത്രം ആത്മാവാ സ്തോത്രം അതിന്റെ 14 മുതൽ വായിച്ചേ. 8:14 വായിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമന്നത് ആരെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അവർക്ക് കുറ്റം ഉണ്ടാകത്തില്ല, അവരുടെ മേലൊന്നും വലിക്കത്തില്ല. അല്ലാത്ത സകല മനുഷ്യരുടെയും പേര് ഇത് വലിക്കും. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് പോയി, കർത്താവിന്റെ കൂടെ പോയവരെല്ലാം പലതും തിന്നാനും കുടിക്കാനും കാണാനും അത്ഭുതം കാണാനും അവൻ കിടക്കുന്നിടത്ത് കിടക്കാനും പൊട്ട സാക്ഷ്യം പറയാനൊക്കെ കൂടെ വന്നു. പക്ഷെ കർത്താവ് ക്രൂശിലേക്കാ പോകുന്നതെന്ന് ആർക്കും പിടികിട്ടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് അഭിഷേകം പ്രാപിച്ചവനറിയാം എന്റെ കൂടെ ഉള്ളവർ വെറുതെ കൂടെ വരിക. അവർക്ക് ഈ നടക്കുന്ന കാര്യങ്ങൾ എന്നാന്നുള്ളത് ഇന്നും അനുഭവം ഇല്ലാതെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു ഡിഗ്രി ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, അതൊരു ഗുണവുമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തിടത്തോളം നിന്റെ നിത്യ നരകത്തിൽ തന്നെയാണ്. ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ കേട്ട കാര്യം, ചിലർ ചോദിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ പാസ്റ്റർ, കുഴപ്പമുണ്ടോ സാറേ എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചിന്തിക്കുന്ന അവരുടെ ഈ അറിവ് കൊണ്ട് ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടിയ കുറെ നോട്ടുകളും കുറെ സബ്ജക്റ്റുകളും വെച്ച് ദൈവസഭയെ കൊണ്ടുപോകാന്ന്. ഹല്ലേലൂയ. നടന്നു തന്നെ. ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെട്ടത് വീണ്ടും തുടർന്നുള്ള പണി ആത്മാവിൽ തന്നെയാണ്. ഈ ആത്മാവിനെ പ്രാപിക്കാത്തവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്. ചെറിയൊരു പ്രാർത്ഥന, 2-3 പാട്ടെടുത്തൊരു ആരാധന അല്ലേ, ചില എക്സോട്ടേഷൻ, സന്തോഷം ഉണ്ടാകുന്ന കുറച്ച് ബാക്കി നരകത്തിൽ പോകും, ഒരു സംശയമില്ല. മനസ്സിലാക്കണം, ഇതല്ല. പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവ് കൃപ പ്രാപിച്ചവന് വെളിപ്പെടുത്തി കൊടുക്കും നീ യഥാർത്ഥത്തിൽ ആരാണ്, നിന്നെ മേലുള്ള തെരഞ്ഞെടുപ്പ് എന്താണ്. അവന്റെ അടുത്ത ദൗത്യം അവനെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരോടാണ് അവൻ സംസാരിച്ചാൽ അത് സെറ്റാകത്തുള്ളൂ. കാര്യം കൃപ പ്രാപിച്ചവന് മാത്രമേ കൃപ പ്രാപിച്ചവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവര് തമ്മിലുള്ള മെസ്സേജേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നും ബൈബിൾ എടുത്ത് കൈപ്പിടിച്ചിട്ട് പലർക്കും പിടികിട്ടാത്തത്. അഭിഷേകം പ്രാപിച്ചവൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ എഴുതപ്പെട്ട വചനം ഇവനെ കുറിച്ചാണ് അവന് ബോധ്യം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ആ ഒരു സ്കൂളിന്റെ പടിവാതിൽ കാണാത്തവനും വചനമെടുക്കുമ്പോൾ ഇത്ര കൃത്യത അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിക്കാതെ ഒരു നടപടിയില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു നടപടിയും ഇല്ല. അത് നടക്കത്തില്ലെന്നേ, അത് പരാജയമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ചില വാക്യങ്ങൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു തുറന്ന് 2-3 വാക്യങ്ങൾ വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ദാസ്യത്തിന്റെ ആത്മാവുണ്ട്. ശ്രദ്ധിക്കണേ, ആർക്കാണ് ഈ ദാസ്യത്തിന്റെ ആത്മാവ് എന്നറിയോ? പരിശുദ്ധാത്മാവില്ലാത്ത സകലർക്കും ദാസ്യത്തിന്റെ ആത്മാവാണ്. സകലർക്കും ദാസ്യത്തിന്റെ ആത്മാവാണ്. അത് മാറിയിട്ട് പരിശുദ്ധാത്മാവ് വന്നാലാ നീ ആത്മാവിൽ നടത്തപ്പെടുന്നുള്ളൂ. ചിലർ ചിന്തിക്കുന്ന ഈ വാക്യങ്ങൾ വയ്ക്കുമ്പോൾ എനിക്ക് അഭിഷേകമില്ല, പിന്നെയോ ദാസ്യത്തിന്റെ ആത്മാവൊന്നുമല്ല, ദാസ്യത്തിന്റെ ആത്മാവൊന്നുമല്ല.
അല്ലേ? അങ്ങനെ കുറെ പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രസംഗിക്കാനും പറയാനുള്ള അവസരം പലപ്പോഴും കിട്ടാത്തതുകൊണ്ടാണ് പറയാത്തത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, അഭിഷേകമില്ലെന്ന് തിരിച്ചറിഞ്ഞോണം. പക്ഷെ അവരും പറയുന്നത് അപ്പോഴും ഈ വാക്കി കിടപ്പുള്ള ദാസത്തിന്റെ ആത്മാവ്, അത് നമുക്കല്ലടാ, പിന്നെ നീ ആരാ? ഇല്ല, ഐഡന്റിറ്റി ഇല്ല. ഭയങ്കര മൗനതയാ. ചോദിച്ചോണ്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി, എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇതൊന്നും ഇവിടെ നടക്കില്ലേ പണി. ഇത് തീയോടാ കളിക്കുന്നേ, തീയോടാണ് കളിക്കുന്നേ. നീ ഇവിടെ നല്ലവൻ ചമഞ്ഞാലും നിന്നെ വലിച്ചു കീറിയിടുന്ന ഒരു ദിവസമുണ്ട്. വലിച്ചു കീറിയിട്ട് സകലരും കാണുക നീ എന്നാന്ന് വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. അവസരം കിട്ടി, നീ മാനസാന്തരപ്പെട്ടോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, ദൈവാത്മാവിനനുസരിച്ച് ജീവിച്ചോ. ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിന് അനുസരിച്ച് ജീവിച്ചാൽ അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പാപം ചെയ്യാനുള്ള അവസരം അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കത്തില്ല. അവസരമുണ്ട് കേട്ടോ, അവന് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ മനസ്സ് വരത്തില്ല. കാര്യം അവന്റെ മനസ്സ് പരിശുദ്ധാത്മാവിന് ചലിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് അവനെ വിശുദ്ധിയിൽ നടത്തുകയാണ്. എപ്പോഴെങ്കിലും അവൻ കൃപ വിട്ട് പാപത്തിന്റെ മോഹങ്ങളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ വാൺ ചെയ്യും, ദൈവകൃപയിലേക്ക് നടത്തും, ബലപ്പെടുത്തും. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഈ അനുഭവം ഇല്ലാതെ ചിലർ വന്നിരിക്കുന്നുണ്ട്. എന്നെ എങ്ങാനും രക്ഷിക്കോ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സഭയ്ക്കകത്ത് എന്തെങ്കിലും മീറ്റിംഗ് നടക്കും വന്നിട്ട് ഞാൻ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഇരിക്കാനുള്ള, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് എന്നെ രക്ഷിക്കണമെങ്കിൽ രക്ഷിച്ച് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഈ ദാസ്യത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ദാസ്യത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ, തുടർന്ന് വായിച്ചേ. കണ്ടോ, പിന്നെയും എന്ന് പറയുമ്പോൾ ഇത് ആരോടാ പറയുന്നത്? കൃപ പ്രാപിച്ചവർ. ഈ കൃപ പ്രാപിച്ചവർ എന്ന് പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് അത് പരിശുദ്ധാത്മാവല്ല, വേറെന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇരിക്കുന്നവർക്ക് ആ കൃപയുള്ളൂ. അവരാ ഇരിക്കുന്ന അനുഭവത്തിനാണ് ഇവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് കൃപ പ്രാപിച്ചവര്. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിന്റെ നിറവ് വന്നുമ്പോൾ അവർ ദൈവത്താൽ നടത്തപ്പെടുകയാണ്. ആ നടത്തപ്പെടുന്നത് എവിടെയാണ്? ഈ ലോകത്തിലൂടെയാണ് നടത്തുന്നത്. മനസ്സിലാക്കണം. ആ നടത്തുന്നതിനെ പൗലോസ് ഇവിടെ പറയാ കൃപ പ്രാപിച്ചവരാണ്. ആ കൃപ പ്രാപിച്ചവരെ നടത്തപ്പെടുകയാണ്. അവിടെ വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. കണ്ടോ, ഇതെങ്ങനെ വിളിക്കും? ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുകയാണ്. നമ്മളെ തെരഞ്ഞെടുത്ത പിതാവിന്റെ സന്നിധിയിൽ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളുടെ ഹൃദയങ്ങൾക്ക് പ്രാഗൽഭ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അനേകർ ഇന്നിരുന്ന് ഉറങ്ങുന്നത്, ക്ഷീണിക്കുന്നത്, കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്. പരിശുദ്ധാത്മാവില്ല. സത്യാവസ്ഥ ഏതാ? പല ഉപവാസ പ്രാർത്ഥനകളും പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ നിറവ് വരാൻ വേണ്ടിയാ. പക്ഷെ പരാജയം എന്നാണെന്നറിയാവോ? അവരവരുടെ വിടുതലിന് വേണ്ടി വന്നിരിക്കും. അവരുടെ ഏറ്റവും വലിയ പരാജയം പരിശുദ്ധാത്മാവില്ലാത്ത അവർക്ക് മനസ്സിലാകത്തേയില്ല. അതിനുവേണ്ടി 21-40 വരുന്ന മക്കളുടെയും കൊച്ചുമക്കളുടെയും നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. നിന്റെ നിത്യതയുടെ കാര്യം മാത്രം നീ തിരിച്ചറിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പരാജയം. അവസാനം കാഹളം ധ്വനിക്കുകയോ നിന്റെ ആയുസ് തീരുകയോ ചെയ്യുമ്പോൾ ആളറിയാ കൊണ്ടുപോകാൻ വന്ന് നിൽക്കുന്ന അച്ചായനെ കണ്ടിട്ട് നടുങ്ങും. ഞാൻ ഇതുവരെ യേശുവിന്റെ നാമത്തിൽ നിന്നെ ശാസിച്ചിട്ടല്ലേ ഉള്ളൂ, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളുടെ കൂടെയുള്ള പ്രവാചകന്മാരെല്ലാം നിന്നെ ആട്ടിയതല്ലേ, പിന്നെ നീ ഇവിടെ വന്ന് നിൽക്കുന്നെന്നാന്ന് പറഞ്ഞേ. അവരൊക്കെ ആട്ടി, അവരുടെ മുമ്പിൽ നിന്നൊക്കെ ഞാൻ പോയി. അപ്പോഴെല്ലാം നീ മിണ്ടാതെ വായടച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, നിന്നെ കൊണ്ടുപോകാൻ വന്നത്. ഹല്ലേലൂയ. സ്വതന്ത്രം കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. സ്വതന്ത്രം ദൈവം ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്വതന്ത്രം വെളിപ്പാടുകൾ പോലെ ഉണ്ടാകണം. വായിച്ചേ. ദൈവത്തിന്റെ മക്കളാകുന്നു. വായിച്ചോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, ചിന്ത അകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പിന്നെയും ഞാൻ ദാസത്തിൽ രക്ഷിക്കപ്പെട്ട, ഞാൻ വീണ്ടും പാപമുണ്ട്, വീണ്ടും കുറവുണ്ട്, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഈ ചിന്ത ഒരിക്കലും വന്നേക്കരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പൂർണ്ണ നിശ്ചയം ഇന്ന് പകൽ നേരം ഉണ്ടായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദാസത്വത്തിന്റെ ആത്മാവിന് കീഴിലല്ല. ഹല്ലേലൂയ. ആ കൃപ പ്രാപിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ നിറവിൽ വരാൻ വ്യക്തിപരമായിട്ട് നോക്കിക്കോണം. നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെ പോകത്തില്ല.
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടുള്ള കാര്യങ്ങൾ ദൈവം ഇടപെടും. ഒന്ന്. രണ്ടാമത് നിങ്ങൾ പോകേണ്ട കാര്യങ്ങളിൽ ഇടപെടും. ഇതൊക്കെ സംഭവിക്കണം. ഇതൊക്കെ സംഭവിച്ച് നിങ്ങൾ ദൈവവചനവുമായിട്ടിരിക്കുമ്പോൾ വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആർക്കാ വെളിപ്പെടുത്തുന്നത്? മക്കൾക്കേ വെളിപ്പെടുത്തത്തുള്ളൂ. പിതാവ് ആർക്കാ കൊടുക്കുന്നത്? സ്വന്തം മക്കൾക്കല്ലേ കൊടുക്കത്തുള്ളൂ. അല്ല വഴി പോകുന്ന ജാരസന്ധതി അല്ല, വഴി പോകുന്നവർക്ക് കിട്ടുമോ? ഇല്ല. മക്കളെങ്കിൽ വീട്ടിലുള്ളവ മക്കൾക്ക് അപ്പന്റെ ഓഹരിയുള്ളൂ. ഇതുപോലെ സ്വർഗത്തിലെ അപ്പന്റെ മക്കളാണെങ്കിൽ തിരുവെഴുത്ത് തുറക്കുമ്പോൾ നിന്നോട് ഇടപെടുന്ന വചനങ്ങളെല്ലാം നിനക്ക് നൽകുന്ന മർമ്മങ്ങളായിരിക്കും ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രാപിച്ചവർ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെട്ട അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ് പ്രാപിച്ചവർക്ക് ഇതുള്ളൂ. വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കളെങ്കിലോ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഒന്നും കൂടെ വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ശ്രദ്ധിക്കണം. നാം ഈ പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നതെന്ന് അറിയാവോ? ഞാൻ ദൈവം ഇതില. നീ എവിടെ പോയിരുന്നാലും ഈ ബോധ്യം നിനക്ക് തരും. നീ ആരോട് സംസാരിച്ചാലും ഈ ബോധ്യം നിനക്ക് തരും. നീ എങ്ങനെ ഇരുന്നാലും ഈ ബോധ്യം നിനക്ക് തരും. പക്ഷെ പാപം ചെയ്യാൻ പാടില്ല. പിടികിട്ടിയോ? നീ ആരോട് ഇടപെട്ടാലും അവിടെ പാപം ഉണ്ടാകരുത്. നീ എവിടെ പോയാലും അവിടെ പാപം ഉണ്ടാകരുത്. അങ്ങനെ പാപത്തെ ജയിച്ച് ജീവിക്കുന്ന നിന്നോട് ആ പരിശുദ്ധാത്മ ഇടപെടുകയുള്ളൂ. എല്ലായിടത്തും ഈ ബോധ്യം തരും. അത് വെളിപ്പെടുകയും ചെയ്യും. നീ മറ്റുള്ളവർ നടത്തപ്പെടുന്നത് പോലെ അല്ല നീ നടത്തപ്പെടുന്നത് എന്ന് ദൈവം തന്നെ നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തി തരും. നീ ചെല്ലുന്നിടത്ത് കാര്യങ്ങൾ സാധിക്കുന്ന അവസ്ഥ വരും. യോസേഫ് കടന്നു ചെന്ന സമയത്ത് പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ എല്ലാം അവന്റെ ധനം വന്നു, അല്ലേ? ധനം വന്നു, സമ്പത്ത് വന്നു. യാക്കോബ് ചെന്ന് ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്ത് പറ്റി? അതുവരെ ഇല്ലാത്ത സമ്പത്തും അനുഗ്രഹവും അഭിവൃദ്ധി അവിടെ ഉണ്ടായി. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ലക്ഷണമാണിത്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവിടെ ചെന്നാൽ അവിടെ അഭിവൃദ്ധിയും ഉയർച്ചയും മാനവും വരും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ വ്യക്തമായിട്ട് വരും. ഇത് മറ്റുള്ളവർ കൃത്യം അറിയുകയും ചെയ്യും. അവര് ലാഭം പറഞ്ഞതുപോലെ നീ പോകല്ലേ എന്ന് പറഞ്ഞ് എങ്ങനെയും കുരുക്കിയിടാൻ നോക്കും. ഈ പലരും കൃപയുള്ളവനെ കുരുക്കിയിടുന്ന എന്താണെന്നറിയാവോ? അവൻ അവിടെ നിന്ന ഗുണമാണെന്ന് അവനറിയാം. ലാഭം പ്രാർത്ഥിക്കത്തില്ലല്ലോ, ലാഭം ദൈവകൃപയെ വരത്തില്ലല്ലോ, ലാഭം അഭിഷേകം പ്രാപിക്കത്തില്ലല്ലോ. അതല്ല അതിന്റെ കാരണം. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീട്ടിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? വിശുദ്ധിയുടെ വചനം എവിടെ പോത്തിഫറിന്റെ വീട്ടിൽ വരുവോ? പോത്തിഫറിന്റെ വീട്ടിൽ വിശുദ്ധിയുടെ വചനം പറഞ്ഞ പെണ്ണുമ്പുള്ള എന്താ പറയാ ചേരവയ്ക്കടിക്കും കാരണവരുടെ തലയ്ക്കത്, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാ? അപ്പോൾ ഭാര്യയുടെ വ്യഭിചാരം നടക്കുകയും ചെയ്യണം, ഭർത്താവിന്റെ ലാഭം മാറുകയും ചെയ്യരുത്. അപ്പോൾ തന്നെ ഇവൻ എല്ലാ രീതിയും നടക്കും വേണം. അതിനെന്താണല്ലോ യോസേഫിനെ അവിടെ നിർത്തിയേ പറ്റുള്ളൂ. പക്ഷെ വിഷയം എന്നാണെന്നറിയാവോ? വാഗ്ദത്തം ഉള്ളവൻ അവിടെ കിടന്ന് പുറത്തു വരണമെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ലാബാൻ അവിടെ പിടിച്ചു വെക്കാൻ പറ്റിയോ? പറ്റിയില്ല. പോത്തിഫറിനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റിയോ? പറ്റിയില്ല. അബ്രഹാമിന്റെ കൂടെ കൃപയും വിളിയും ഇല്ലാത്ത ലോത്ത് കൂടിയാ നടക്കുവോ? നടക്കത്തില്ല. ഇങ്ങനെ കൃപയുള്ളവന്റെ അടുക്കൽ ഇരിക്കുന്നതെല്ലാം അവരെ വിട്ടുപോകുന്നതും അവരെ നിന്ന് വിടിവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ നീതിയാകട്ടെ. ഈ പറയുന്നത് ഗ്രഹിക്കണേ. അനാദി നിത്യതയിൽ നിന്നെ വിളിച്ച് വേർതിരിച്ചു. നീ അവനെ പോലെ ഇവനെ പോലെ അല്ല. നീ അവനെ പോലെ ഇവനെ പോലെ അല്ലെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകും. ഇന്ന് അഭിഷേകം പ്രാപിച്ചവന് കൊടുക്കേണ്ട വചനം, അവന് ലഭിക്കേണ്ട ആത്മീക ആഹാരം ഇന്ന് പല പുൽപ്പിറ്റുകളിൽ നിന്ന് കിട്ടുന്നില്ല. അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ നടക്കുന്നത് മറ്റുള്ളവർ നടക്കുന്നത് എന്താണെന്നറിയാമോ? മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. സുവിശേഷം പറയണം, ശരി തന്നെയാണ്, പക്ഷെ നീ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. വളരെ അടികൊള്ളേണ്ടി വരും, അല്ലേ? വായിച്ചേ, തുടർന്ന് വായിച്ചേ, റോമാലേഖനം തുടർന്ന് വായിച്ചേ, വേഗം നോക്കാം. വായിക്കുക. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ദൈവവൈതലാണ്. വിൻസെന്റ് മൈക്കിളാകുന്ന ഞാൻ ദൈവവൈദ്യനാണ്. വിൻസെന്റ് മൈക്കിളാകുന്ന ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. വിൻസെന്റ് മൈക്കിളാകുന്ന ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. ഞാൻ കർത്താവിന്റെ പൈതലാണ് എന്ന് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ തുണയ്ക്കും.
എന്നാൽ ഞാൻ പറയട്ടെ, ഈ ബോധ്യവും പ്രാഗൽഭ്യവും ഇല്ലാത്തവര് മറ്റു വളരെ കുറിച്ച് പറയും. അവരെ കുറിച്ച് ഞാൻ ദൈവവേദലാകുന്ന സ്വന്തം ഹൃദയത്തിൽ കൈവച്ച് സ്വന്തം ഹാളലിയ ബോധ്യത്തിൽ നിന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ഹൃദയത്തിൽ കൈവച്ച് ഹാളലിയ ഞാൻ പ്രാപിച്ച ബോധ്യത്തിൽ നിന്ന് ഞാൻ ദൈവവേദലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, 2010 മെയ് 22 ശേഷം ഞാൻ രക്ഷയുടെ അനുഭവത്തിലാണ്, ഇന്ന് പരിശുദ്ധാത്മാവിൽ വസിക്കുകയാണ്, എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയാം ഞാൻ ദൈവവൈതലാണെന്ന്. ഈ പ്രാഗൽഭ്യം പരിശുദ്ധാത്മാവ് കൊടുക്കും. എന്നാൽ ഈ അഭിഷേകമില്ലാത്തവൻ ഹൃദയത്തിൽ കൈവച്ചെന്ന് പറഞ്ഞ് അവന് കിട്ടില്ല. വായിൽ വ്യക്തമായ വാക്ക് കിട്ടില്ല. വാക്കുകളുടെ രഥചക്രങ്ങൾ തെറ്റാൻ തുടങ്ങും. വാക്കുകളുടെ രഥചക്രങ്ങൾ തെറ്റാൻ തുടങ്ങും. നീ ആരെ അനുഗമിക്കാനാ തുടങ്ങുന്നേ? ഇസ്രായേലിനെ അനുഗമിക്കാനല്ലേ തുടങ്ങുന്നേ? കൃപയുള്ളവനെ അനുഗമിക്കാനല്ലേ തുടങ്ങുന്നത്? അവൻ രഥത്തിലല്ലല്ലോ പോകുന്നത്, അവൻ കാൽനടയായല്ലേ പോകുന്നത്. അവന്റെ കാലുകൾ നിലത്ത് അനുഭവിച്ചല്ലേ പോകുന്നത്. രഥത്തിലിരിക്കുന്ന നിനക്ക് എങ്ങനെ അനുഭവം ഉണ്ടാകാനാ? ഇതൊരു ദൂത. ആ ദൂത നീ രഥം വിട്ടിറങ്ങാതെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. വിചാരിക്കണ്ട. രഥചക്രങ്ങളുടെ ഓട്ടം നിലച്ചു. വാഗ്ദത്തമുള്ള അബ്രഹാമിന്റെ സന്തതി, ഇസ്രായേലിന്റെ സന്തതികൾ 430 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ ചെങ്കടൽ കടക്കുമ്പോൾ വാഗ്ദത്ത സന്തതിയോടുകൂടെ ഇസ്മായേലിനെ ഇരുത്തിയില്ലെങ്കിൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇസഹാക്കിനോട് കൂടി ഇസ്മായേലിനെ ഇരുത്തിയോ? ഇരുത്തിയില്ല. അവരെ പുറത്താക്കി. ദാസിയുടെ സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാസിയെയും അവളുടെ സന്തതിയെയും അവിടെ നിന്ന് പുറത്താക്കി. ഇത് മനസ്സിലായി. അടിസ്ഥാനമാ. അഭിഷേകമില്ലാത്തവൻ വാഗ്ദത്തമുള്ളതിന്റെ കൂടെ ദൈവം ഇരുത്തത്തില്ല. പുറത്ത് കളഞ്ഞിരിക്കും. കാര്യം ഇതാണ്. സഭയെ സൂക്ഷിക്കണം. അല്ല, കൊടിയ ചെന്നായ്ക്കടെ കയ്യിൽ നിന്ന് സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആ കൃപ പ്രാപിച്ച് മുന്നേറിയെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമുക്ക് സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് വേഗം വായിക്കും നിർത്താം. അപ്പോൾ മക്കളാണെങ്കിൽ അവകാശികളാ, ദാസരാണെങ്കിൽ അവകാശികളല്ല. പെന്തക്കോസ്തുകാരിൽ അവകാശികളും ഉണ്ട്, ദാസരും ഉണ്ട്. ദാസത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരും ഉണ്ട്, പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച പെന്തക്കോസ്തുകാരും ഉണ്ട്. അപ്പൊ ചോദിക്കും, ഞങ്ങളെല്ലാം സംഘടനയെ പേരുണ്ടേ വരുമോ? ഇല്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നീ വാ തുറന്ന് പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഉറപ്പ് വരും, നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നീ ദൈവവൈതനാന്നുള്ള പ്രാഗൽഭ്യമുണ്ടെന്ന് വായിലൂടെ പുറത്തു വരും. ആ പ്രാഗൽഭ്യമില്ലാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കിലുകിലെ വിറയ്ക്കുന്നുണ്ട്. 2 കയ്യിൽ 2 കിന്തറ കൊടുത്ത് ഇങ്ങനെ കിലുകിലെ വിറയ്ക്കുന്നുണ്ട്. എന്നാന്നറിയാവോ? ദാസ്യത്വത്തിന്റെ ആത്മാവാ. അപ്പൊ ചില ഭാഷവരും അവരെ അച്ചായനെ അങ്ങനെ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോട്ടെ. നമ്മൾ അങ്ങനെ അവരെ ഒന്നും പറയാൻ പോകരുത്, അവരവിടെ ഇരുന്നോട്ടെ എന്ന്. നമ്മൾ അങ്ങനെ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവരെ ഇളക്കുക എന്നുള്ളതല്ല. അവരെ ഇളക്കാതെ അവരുടെ കയ്യിൽ പൈസ എന്റെ പോക്കറ്റ് വരുന്നതാണ് ശുശ്രൂഷ. ഇതൊക്കെ അടി മേടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറയുന്ന അവിടെ ചെന്നാൽ ഇങ്ങനെ തല കിരീടം വെക്കാന്ന്. നീ അവിടെ ചെല്ലുവോ എന്നുള്ള കാര്യം ഒന്നാമത്തെ കാര്യം. അവിടെ ചെന്നാൽ തന്നെ ചെയ്ത പ്രസംഗങ്ങളെല്ലാം അവിടെ വിത്ത് റെക്കോർഡ്സ് ഉണ്ട്. നീ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പോക്കാണ് സംഭവം അല്ലേ? ഈ കാര്യത്തെ കുറിച്ച് പറയണം. നമ്മൾ മനുഷ്യനെ നോക്കരുത്, നമ്മൾ തിരുവെഴുത്തിലേക്കേ നോക്കാവുള്ളൂ. ക്രിസ്തു മാർഗം, ദൈവകാര്യം തിരുവെഴുത്തിലേക്ക് നോക്കാവുള്ളൂ. സംഘടനയും അതിന്റെ സ്ട്രെങ്തും പ്രസ്ഥാനങ്ങളും അവരുടെ ഉപദേശമല്ല നോക്കേണ്ടത്, വചനത്തിൽ നോക്കിക്കോണം. ആ പ്രസ്ഥാനങ്ങൾ ഈ വചനത്തിലാണോ നിൽക്കുന്നതെന്ന് നോക്കിക്കോണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചില വചനങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ ചിലത് വിടുപ്പം നമ്മളിപ്പോൾ ഞാൻ പറയാം ചിലരുടെ തന്ത്രം നമ്മൾ സമയമില്ലെങ്കിൽ ഞാനത് പറയും. ഇപ്പം നമ്മളിപ്പോൾ വായിച്ച വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 8:14 എവിടെ വായിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ള വാക്യം. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാൻ വരികയാണ് ഇങ്ങനെയുള്ളവരുടെ ഇടയിലാണെങ്കിൽ ആ വാക്യം എടുക്കൂല. അതിന്റെ തൊട്ടടുത്ത വാക്യം ഞങ്ങൾ ഭയപ്പെടുന്ന ദാസത്തിനും അതും എടുക്കത്തില്ല. അതൊക്കെ ഭാരം ഉണ്ടാക്കുന്ന വാക്യമാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയാം. അതും പറയില്ല. കാര്യം ആത്മാവ് ഉള്ളവർക്ക് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ പറയേണ്ടി വരില്ല. അപ്പോൾ ആ വാക്യം വിട്ടേ പറ്റുള്ളൂ. അടുത്ത വാക്യം എന്നാ? അത് പറയും. നമ്മൾ മക്കളാണ്. ആര്? ഈ ദാസത്തിന്റെ ആത്മാവുള്ളവരും കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ അഭിഷേകമുള്ളവനും അവിടെ ഇരിപ്പുണ്ട്. അഭിഷേകമുള്ളവനും നോക്കിക്കൊണ്ട് നമ്മളാന്ന് പറയുമ്പോൾ ആത്മാവില്ലാത്തവരും കൈയടിച്ച് ഏറ്റെടുക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം. ഈ തന്ത്രം മനസ്സിലാക്കിക്കോണം.
ഞാൻ മനസ്സിലാക്കി സ്വർഗത്തിലെ കിരീടം കിട്ടും. കിരീടം കിട്ടണം. ഞാൻ മനസ്സിലാക്കുന്നത് ചിലരൊക്കെ ഈ കിരീടമൊക്കെ കിട്ടി 11 മണിക്കാരൊക്കെ വന്ന് കിരീടമൊക്കെ മേടിച്ചിങ്ങനെ വെച്ചിട്ട് ഈ 3-ാം മണി 6-ാം മണി 9-ാം മണി ആദ്യത്തെ ടീംസുകൾ അല്ലേ, പാരമ്പര്യമൊക്കെ ഉള്ളവര് അവിടെ വന്ന് ഇങ്ങനെ നിന്നോണ്ട് സ്തോത്രം. അപ്പം ദൂതന്മാര് പ്രൈസ്തലോട് കൊടുക്കുമ്പോൾ ഇവരും പ്രൈസ്തലോട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിൽക്കും. നിന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എന്ത് ചെയ്യും, സ്തോത്രം, ദൂതന്മാരൊക്കെ എന്താ പറയുന്നത്, അവർക്ക് കിരീടം കൊടുക്കണമല്ലോ. അപ്പൊ കിരീടം കൊടുക്കാൻ നേരത്ത് എല്ലാവർക്കും ഈ ശരിക്കും അധ്വാനിച്ചിട്ടുള്ളവർക്ക് കിരീടം കൊടുക്കും. ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ചെല്ലുമ്പോണ്ടല്ലോ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുള്ളൂ, ഇങ്ങനെ അവനോട് പറയും ഇങ്ങനെ ഉള്ളതായിട്ട് ധരിച്ചോളാൻ പറയും. തലയില് ഇങ്ങനെ ഉള്ളതായിട്ട് കിരീടം ഉള്ളതായിട്ട് ധരിച്ചോളാൻ പറയും. അതെന്നെ കർത്താവ് എന്ന് പറയും നമ്മളെ. എന്നിട്ട് അവർ അപ്പൊ പഴയ പാസ്റ്റ് ഇങ്ങനെ ഓരോ വാക്യങ്ങൾ വിട്ട് കളഞ്ഞില്ലേ, അപ്പൊ ആ വാക്യങ്ങളിൽ ഓരോ രത്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിട്ട് രക്തങ്ങൾ ഉണ്ടായിരുന്നു. അവരെ വാക്കുകളെല്ലാം വിട്ടുവിട്ട് വായിച്ച രത്നങ്ങളില്ല. അപ്പൊ പിന്നെ അവസാനം ഈ വെയിൽ മറ്റേ അതിന്റെ അകത്തെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, കിരീടത്തിന്റെ ഫ്രെയിമും നോക്കിയപ്പോ ഇവന്മാർ അതിനുള്ളതും ഇല്ല. പിന്നെ എന്നാ നരകത്തിൽ വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇരുത്തപ്പോ നിങ്ങളുടെ തലയിൽ ഉള്ളതായിട്ട് നിങ്ങൾ ഭാരം തോന്നുമ്പോ ആ കിരീടം ഉള്ള ദാസന്മാർ അവരെ നോക്കിക്കോളാൻ പറയും. അതിന്റെ സംഘടന ഓർത്തോളാൻ പറയും. നോക്കുമ്പോ അച്ചായന്മാരെല്ലാം എവിടെയുണ്ട്, പുറകിലുണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് അസ്യൂമിങ് ആണ് കേട്ടോ ഇത്. എങ്കിലും ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാര്യം സത്യവചനം പ്രസംഗിച്ചിരുന്നെങ്കിൽ ഈ ആത്മീയകോളം ഇങ്ങനെ കിടക്കില്ലായിരുന്നു. എല്ലാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിൽ ചെല്ലുമ്പോൾ കൃപയിൽ നിന്ന് വീണവരുമായിട്ടൊരു വലിയ സഖ്യം കണ്ടിട്ടുണ്ട്. കൃപയിൽ നിൽക്കുന്നവരെ പുറകെ സീറ്റിലിരുത്തും. വചനത്തിൽ വെളച്ചിന് കാണിച്ചവര് മുൻനിരയിലിരുത്തി അവൻ കാണിച്ച കഴിവുകേടിനും അനുസരണക്കേടിനും അംഗീകാരമായിട്ട് കൃപയുള്ളവരെ നിർത്തിക്കൊണ്ട് ദാസ്യത്തിന്റെ ആത്മാവിനുള്ളവന് സ്വന്തം മുഖ്യ പ്രസംഗം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അടി മേടിച്ചു കിട്ടും അല്ലേ? അങ്ങനെ വേണ്ടേ പറയാൻ? ഇതല്ലേ സൂക്ഷിച്ച് വചനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറയണ്ടേ? ചിലര് പറയുന്നുണ്ട് അതൊന്നും നമ്മൾ പറയും, നമ്മൾ വചനത്തിലേക്ക് വരാം. വചനം എടുക്കാൻ നേരത്ത് ഇങ്ങനെ ഓരോ വാക്യങ്ങള് സ്കിപ്പ് ചെയ്യുക. പിന്നെ എന്നാ കൊടുക്കാനുണ്ടെന്ന് പറയുന്ന സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇവിടെ ഒരു കാര്യത്തിനും ഒരു ക്രമീകരണം വരുത്തിയിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പറയേണ്ട വചനങ്ങൾ പറഞ്ഞിട്ടില്ല. വീട് സഭകളുടെ അകത്ത് ഡൈവോഴ്സ്, ദുർനടപ്പുകള്, പോക്സോ കേസുകൾ എല്ലാം കയറി വരിക. ദൈവദാസന്മാർ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മുട്ടയെ നിൽക്കുകയാണ്. നീ മുട്ടയിലല്ലേ കൊരണ്ടിപ്പെരിയിരിക്കും കുറച്ച് നാള്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങൾ മുട്ടയിൽ നിന്ന് പ്രാപിച്ചത്, നീ മുട്ടയിൽ നിന്ന് പ്രാപിച്ചവരോട് പ്രാപിച്ചത് പറയാൻ വേണ്ടിട്ട് ഈ കൊലോസിലോകനൊക്കെ എടുത്തു വെച്ച് തുറന്നിട്ട് നോക്കണം. ഈ പ്രാപിച്ചതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോന്ന്. അവൻ പ്രാപിച്ചത് ഈ ആയിട്ടുള്ളതേ ഉള്ളൂ, വേറൊന്നുമില്ല. മുട്ടിൽ നിന്ന് പ്രാപിച്ചതല്ല, മുട്ടയെ നിൽക്കല്ല, ആദ്യം അഭിഷേകം പ്രാപിക്കണം. ബൈബിൾ കോളേജിൽ പോയി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. വന്നിട്ട് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന സ്ഥലത്ത് പോയി ദൈവവേല ചെയ്യണം. അതാ ദൈവവേല. മനസ്സിലാകുന്നുണ്ടോ? ചിലർ ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവിന്റെ സ്ഥിതികൾ മാറ്റും എന്ന് പറഞ്ഞ് ഏതോ വരുമാനമുള്ള സഭ ഇവിടെ കിടക്കുന്നുണ്ട്. അവിടെ ഉള്ളവൻ മാറൂന്നാ വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവനെ പുറത്താകാൻ. അപ്പോൾ ഇവന്റെ പ്രാർത്ഥന കേട്ട് പോകുന്ന കർത്താവിനെ കണ്ടോ എങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ഇവിടേക്ക് ഇന്ന വ്യക്തി നോക്കി വെച്ചിട്ടുണ്ട്, അവൻ വരരുത്. ചിലരുടെ ഭക്തി എങ്ങനെയാണ്, ഇവിടെ വരരുത്, എന്റെ നന്മ എടുക്കരുത്, യേശുവിന്റെ നാമത്തിൽ അവൻ വരും, അവന്റെ ആശ നടക്കുകയും ചെയ്യരുത്, ഇത് എന്റെ അവകാശമാണ്. അപ്പൊ അവന്റെ ശാഠ്യത്തിൽ വെളിപ്പെടുന്ന കർത്താവ് ഏതാണ്? അത് ഈ 66 പുസ്തകത്തിലില്ല. പിന്നെ എവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അത് തെസ്സലോനിക്ക ലേഖനത്തിൽ കിടപ്പുണ്ട്. അധർമ്മത്തിന്റെ വർമ്മ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. സത്യം വിട്ടുതെറ്റുന്നവരെ നടത്താൻ ഒരു സ്പിരിറ്റ് വേണം. അത് ദൈവത്തിൽ നിന്ന് തന്നെ വരും. എതിര് പ്രാർത്ഥിക്കുന്നവനും വഞ്ചിച്ച് പ്രാർത്ഥിക്കുകയും തകർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനെയൊക്കെ അവനെ ബലപ്പെടുത്താൻ അവന്റെ 21-നും 40-നും പ്രോഗ്രാം നടത്താൻ ഒരു സ്പിരിറ്റ് ആവശ്യമല്ലേ? അതൊക്കെ ഓരോ തെസ്സലോനിക്ക ലേഖനത്തിൽ കിടപ്പുണ്ട്. 2-ാം അധ്യായം 2-ാം തെസ്സലോനിക്ക ലേഖനത്തിന്റെ അത് കിടപ്പുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാതെ നീ ജീവിക്കുന്നത് കൊണ്ടാണ് നിനക്ക് സുവിശേഷം അനുസരിക്കാൻ പറ്റാത്തത്, സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തത്. നീ ദൈവാത്മാവിൽ നടത്തപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ചെയ്യാൻ കഴിയും. അനേകർക്ക് പരിശുദ്ധാത്മാവില്ല, അനേകരിൽ ദൈവത്തിന്റെ കൃപയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകരെ ദൈവത്തിന്റെ പദ്ധതിയിൽ എത്തിക്കാൻ കഴിയാതെ അനേക ഇടങ്ങളും തളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ജാതികളിലുള്ള അനർത്ഥങ്ങൾ ഇന്ന് സഭകളുടെ അകത്ത് കയറി വന്നുകൊണ്ടായിരിക്കുന്നത്. അവിടെ പ്രവാചകനില്ലേ വിവേചിച്ച് പറയുവാൻ? അനർത്ഥം വന്നപ്പോൾ ഇന്ന വ്യക്തിയുടെ മേൽ മരണത്തിന്റെ പോരുകൾ വരുന്നു എന്ന് ഗ്രഹിച്ചോ?
ഇല്ല. അതൊക്കെ തന്നെ അതൊന്നും നമ്മൾ അങ്ങനെ നമ്മൾ ആരെ വിധിക്കാൻ പാടില്ല. അവിടെ ചെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് നമ്മൾ അങ്ങനെ ഒന്നും പറയാനോ വിധിക്കാനോ പാടില്ല. പിന്നെയോ നമ്മളതെല്ലാം വെച്ചിട്ട് നമ്മളതൊക്കെ ദൈവത്തിന്റെ ഹിതമായിരുന്നു നമ്മൾ പാട്ട് പാടണം. അതാണ് ഈ കയ്യിൽ വെടിമരുന്നില്ലാത്തവന്റെ വെടി. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ആ മാതിരി അടവ് കയ്യിലുള്ളവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ദൈവമക്കളെ, ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ അനേകര് നല്ലവരാ, ഇവിടെ അനേകര് കൊള്ളാവുന്നവരാ. പക്ഷെ അവർ കൊള്ളാവുന്നവനോ നല്ലവനോ എന്ന് സ്വന്തം തീയിൽ ശോധന ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ വെളിപ്പെടുത്തുന്ന ഒരു നാഴികയിലാണ് ഇതെല്ലാം കറ തീർത്ത് പുറത്തു വരുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അനേകർ ഈ സത്യത്തിലേക്ക് വരുവാൻ അനേകർക്ക് മനസ്സില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വചനം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിന്റെ 4:2 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാക്യം അല്ലേ? വേഗം ആ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് എന്നിട്ട് തിരുമാശം പോണം. സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം 4:2. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയുന്നു, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. കണ്ടോ? ശ്രദ്ധിക്കണം, ലജ്ജാകരമായ പല രഹസ്യങ്ങളുണ്ട്. അതിനെയൊക്കെ മൂടി വെച്ചാൽ, അത് വെളിപ്പെടുത്തി സഭയ്ക്കകത്ത് ഇരിക്കുന്ന അകൃത്യങ്ങളും അശുദ്ധികളും ഇന്ന വിധത്തിലാണെന്ന് കണ്ട് അതിനെ മാറ്റാൻ മനസ്സില്ലാതെ വന്നാൽ, ആ വാക്യം ശ്രദ്ധിക്കണം, രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ. കണ്ടോ? സഭയ്ക്കകത്ത് പാപത്തെ മൂടി വെച്ചും വചനത്തിന് കൂട്ടുചേർക്കുകയും ചെയ്യും. ഇതാണ് ശുശ്രൂഷകരുടെ മുമ്പിലെ 2 വലിയ പ്രതിസന്ധിയാണ്. നല്ല പ്രസ്ഥാനങ്ങളും നല്ല കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ആള് കൂടുതൽ വരണം. അവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ യാഥാർത്ഥ്യം പറയാതെ മൂടി വെച്ചോണം. അപ്പോൾ പണം വരും. എന്നിട്ട് ഇവരുടെ സ്വപ്നം എന്നാണെന്നറിയോ? ഞാൻ പല പാസ്റ്റർമാരെയും കാണുമ്പോൾ, പലരുടെയും കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് പിടികിട്ടുന്നൊരു കാര്യം, ഇവരെല്ലാം പലയിടത്തും സത്യം പറയാതെ മൂടി വെക്കും. ഇവരുടെ അവസ്ഥകൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇനി സത്യം പറയാമെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോൾ നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറിയ പോലെ ഇരിക്കും. എല്ലാം കഴിയുമ്പോ കേറാന്ന് വിചാരിച്ചോണ്ടിരിക്കും. പക്ഷെ നീ പെട്ടകത്തിൽ കേറാൻ ദൈവം അനുവദിച്ചില്ലെങ്കിലോ? ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇടപെടുന്നു. ആരോടൊക്കെയോ, ഇത് എത്ര പേര് കേൾക്കുന്നു അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ ശക്തമായിട്ട് പറയുന്നു, സ്തോത്രം, ഈ സത്യത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ സ്തോത്രം, നിന്റെ ഓട്ടം വ്യർത്ഥമാണ്. ഒരു സംശയം വേണ്ട. അവിടെ വായിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്താതെയും കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. തെറ്റ് വായിക്കല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, വചനത്തിന് കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. അപ്പോൾ ശ്രദ്ധിക്കണം, സത്യം വെളിപ്പെടുത്തുമ്പോൾ 2 കാര്യം അവിടെ കാണരുത്. സഭയ്ക്കകത്തെ പാപത്തിന്റെ രഹസ്യമായ പറയുവാൻ ലജ്ജയാകുന്ന കാര്യങ്ങളെ മൂടി വെക്കരുത്. ദൈവജനം എന്ന് പറഞ്ഞാൽ മൂടി വെക്കാൻ പാടില്ല. 1. 2ാമത് കൂട്ടിച്ചേർക്കാനും പാടില്ല. മനുഷ്യന്റെ പാപം ചെയ്യുന്ന വിശ്വാസത്തിൽ വന്നിട്ട് വീണ്ടും പാപത്തിൽ ജീവിക്കുകയും പാപത്തിൽ നടക്കുകയും ചെയ്ത പാപത്തെക്കുറിച്ച് പറയുന്നതിൽ ഒന്നും മൂടി വെക്കരുത്. ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നു വെച്ചിരിക്കണം. കാര്യം വിശുദ്ധന്മാരുടെ സഭ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ പാപം ഉണ്ടാകരുത്, പാപം അവരുടെ ഇടയിൽ നിൽക്കരുത്. ഒത്തിരി പേര് പ്രസംഗിക്കുന്നത് നമ്മൾ ജഡത്തോട് കൂടി, നമ്മൾ പാപശരീരത്തോട് കൂടെയുള്ള, അതെ പാപശരീരത്തോട് കൂടെയുള്ളവർ. പാപം ചെയ്യാൻ വചനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പാപത്തെ ജയിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. പാപ ശരീരത്തിൽ ഇരിക്കുമ്പോഴും പാപത്തെ ജയിച്ച് ജീവിക്കണം. ഇതവർ പറയുന്നില്ല, കൂട്ടിച്ചേർക്കുകയാണ്. അവർ വലിയവരും വലിയ ഫോളോവേഴ്സ് ഉള്ളവരും പണമുള്ളവരൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ വഴിതെറ്റിച്ച് പ്രസംഗിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, എനിക്ക് പണമുണ്ട്, അധികാരമുണ്ട്, വലിയ സംഘടനയുണ്ട്, അത് ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്. അങ്ങനെ അവർ പറയുമ്പോൾ അവർക്കെതിരാണ് ദൈവത്തിന്റെ വചനം. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിയും
ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഞാൻ വളരെ എന്നെ ചിന്തിക്കണം. അപ്പം മനുഷ്യരുടെ മനസാക്ഷിക്ക് ബോധ്യമാകണം. വലിയ ഒരു കാര്യമാണത്. എനിക്ക് മറ്റൊരു മനുഷ്യന്റെ മനസാക്ഷിക്ക് ബോധ്യമാക്കാൻ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ കാര്യം. ഇന്ന് സഭയുടെ ഏറ്റവും വലിയൊരു പരാജയം എന്നാണെന്നറിയാവോ? സംഘടനകളുടെ വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം മറ്റൊരു മനുഷ്യൻ ഒരു വിധത്തിലും ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാര്യം വർദ്ധിച്ചു വരുന്ന അനീതികളും നടന്നു വരുന്ന അഴിമതികളും വർദ്ധിക്കുമ്പോൾ ആരെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് സഭകളുടെ അകത്ത് നിൽക്കുന്നത്. മനസാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ വന്ന ഒരു ദിവസം, ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കാനായത്, ഇന്ന് പല സംഘടനകൾക്കും ആത്മീകമായി ഉണർവില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്നാണെന്നറിയാവോ? ഈ നടത്തുന്നവരുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നടത്തുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനസാക്ഷിക്ക് യോഗ്യമാകുന്ന നിലവാരത്തിലല്ല, മനസാക്ഷിക്ക് യോഗ്യമാകുന്ന അവസ്ഥയിലല്ല ഇന്ന് അനേകരെ കാണുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരിൽ ദൈവപ്രവൃത്തി നടക്കാതെ വരികയാണ്. ഹല്ലേലൂയ. നമ്മൾ സ്റ്റേജില് വർഷിപ്പ് തുടങ്ങുമ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വരുന്ന ആളെ നോക്കിയിട്ട് പലരും കൈയടിക്കുക ആരാധിക്കുകയോ ചെയ്യാത്ത കാര്യം ഇവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ തന്നെയാണോ ഇവൻ ഈ പ്രസന്റ് ചെയ്യുന്നതെന്നുള്ള സംശയം കൊണ്ടാണ് അനേകരും അനങ്ങാതിരിക്കുന്നത്. അതിന് കുത്തുന്ന എങ്ങനെയാ? ഇവിടെ വന്ന് ഇരുന്നിട്ട് നിങ്ങൾ എന്തേ അനങ്ങാതിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്നാണെന്നറിയാവോ? അനേകരുടെ മനസാക്ഷി, എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവോ എന്നുള്ള കാര്യത്തിന്, എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് മറുപടി കൊടുത്താലാ അനേകരുടെ മനസാക്ഷി ഉണരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വരുന്നവനെല്ലാം ഞങ്ങളെ കളിപ്പിക്കാനും വഞ്ചിക്കാനാ വരുന്നതെന്നുള്ള ആ വലിയൊരു ടൈറ്റിലിന്റെ കീഴെ എന്ത് ശുശ്രൂഷ നടന്നാലും എത്ര കൂട്ടായ്മ നടന്നാലും മനസാക്ഷിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവപ്രവൃത്തിയോടെ നടക്കത്തില്ല. ദൈവപ്രവൃത്തിയോടെ നടക്കത്തില്ല. ആ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വായിച്ചോ, നിങ്ങളുടെ വായിച്ചേ. ത്യജിച്ച് ശ്രദ്ധിക്കണം. അത് ഉപായമാണ് കാര്യങ്ങളെ മറക്കുന്നത്. കാര്യം അനേകരുടെ മനസാക്ഷി ഉണരാത്തന്നെന്നറിയാം. ഇവര് നോക്കുമ്പോൾ ഇവർക്കറിയാം ഇവൻ പറഞ്ഞത് തെറ്റാണ്, വചനം അങ്ങനെ പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചില വാക്യങ്ങൾ എടുക്കും, ചില വാക്യങ്ങൾ എടുക്കത്തില്ല. കാര്യം ഇത് ആരും കൂടെ കണ്ടോട്ടെ, കർത്താവ് കാണുന്നുണ്ട്, അതിനോടൊപ്പം ഇരിക്കുന്ന ജനവും കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. അവർ നോക്കുമ്പോൾ ഇവർ ചില വാക്കുകൾ എടുക്കുന്നില്ലല്ലോ, അതിന്റെ പൂർണ്ണ അർത്ഥം അതല്ലല്ലോ. ഞാൻ കേൾക്കുന്നത് ഈ വാക്യം എടുത്തിട്ട് ഈ പ്രസംഗിക്കുന്നവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആശകളുമാണ് ഇവൻ പടച്ചുവിടുന്നത്. എഴുതിയിരിക്കുന്ന വചനവുമായി ഒരു നീതി പുലർത്താതിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് സ്വന്തം ദൈവസന്നിധിയിൽ വഞ്ചന കാണിക്കുന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? അതല്ലേ യാഥാർത്ഥ്യം? ദൈവസന്നിധിയിൽ വഞ്ചന പ്രവർത്തിക്കുന്നവൻ, ദൈവസന്നിധിയിൽ വചനത്തിന്റെ മുമ്പിൽ വഞ്ചന പ്രവർത്തിക്കുന്നവനെ മനുഷ്യനായിരിക്കുന്ന ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? അവൻ വലിയ പ്രസംഗകനാകും, പക്ഷെ വചനത്തിൽ ഇങ്ങനെയാ കാണിക്കുന്നത്. വലിയ പാട്ടുകാരനാ, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇതാ കാണിക്കുന്നത്. ഞാൻ എങ്ങനെ അവനെ അംഗീകരിക്കാനാണ്? ആ കാലഘട്ടത്തിൽ ഇന്ന് എത്തിയേക്കുക സഭ. ഹല്ലേലൂയ. മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസ് അത് വളരെ ശ്രദ്ധയോടെ ഇരുന്നു. ഞാനൊരു കാര്യം പറയാം, മനസാക്ഷിക്ക് യോഗ്യമാകുന്ന കാര്യം ചെയ്യണം കേട്ടോ. മനസാക്ഷിക്ക് യോഗ്യമാകുന്ന കാര്യം ചെയ്യണം. ദൈവസന്നിധി വന്നിട്ട് തോന്നിവാസം ഇരുന്ന് കഴിഞ്ഞാൽ അത് യോഗ്യമല്ല. മനസാക്ഷിക്ക് യോഗ്യം. ശരിയാണോ ഇത്? അല്ലല്ലോ. പിന്നെ ഇരുന്ന് ഉറങ്ങുന്നു. വായിച്ചേ. ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത്. പാസ്റ്റർമാർക്ക് എവിടെ സ്ഥാനം എന്ന് പറയുക? കസേരയിലല്ല, ഇരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടോ എന്നാ നോക്കുന്നത്. ആമേൻ. ശുശ്രൂഷകര് നിൽക്കുന്നത് എവിടാന്ന് അറിയാവോ? സ്റ്റേജിലല്ല, പ്രസ്ഥാനത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന വലിയ ചേംബറിന്റെ അകത്തല്ല. പിന്നെ ആരാ? നിന്റെ പിന്നാലെ വരുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ നീ ഉണ്ടോ എന്നുള്ള നോക്കുന്നത്. നമ്മുടെ പിന്നാലെ കർത്താവിന്റെ നാമത്തിൽ ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ മനസാക്ഷിക്ക് യോഗ്യമായാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, സംഘടനകളും പ്രസ്ഥാനങ്ങളും മുതലാളിമാരും ഒത്തിരി അവിടെ ഇവിടെയൊക്കെ കണ്ടേക്കും. പക്ഷെ ശുശ്രൂഷയിൽ പ്രാഗൽഭ്യം കൃപയിലിരിക്കുന്ന പൗലോസിനാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാ വ്യത്യാസം. അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ. കാര്യം മനസാക്ഷി വിഷയത്തിൽ ബാക്കി എല്ലാവരും തകർന്നു കിടക്കുകയാണ്.
ആരെ എടുക്കും? ആരെ എടുക്കും? വായിച്ചേ. എന്നാൽ ആ. ഞങ്ങളുടെ സുവിശേഷം ആ. മറഞ്ഞിരിക്കുന്നു എങ്കിൽ, ശ്രദ്ധിക്കണം, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നശിച്ചു പോകുന്നവർക്ക് അത്രയും, അതായത് ശ്രദ്ധിക്കണം, നശിച്ചു പോകുന്നവർക്കാണ് സ്വതം മറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസാക്ഷി ഉണരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രവൃത്തി ചൊവ്വുള്ളതായിരിക്കുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ എൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും ഒരു തിന്മയില്ലാതിരിക്കെ ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, ഹല്ലേലൂയ. പൗലോസ് വീണ്ടും പറയുന്നത് എന്താണ്? ഈ വചനം മറങ്ങിയിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണ് മറങ്ങിയിരിക്കുന്നുള്ളൂ. അപ്പോൾ നശിക്കുന്നവരുടെ കൂട്ടത്തിൽ ശുശ്രൂഷകന്മാരും പാസ്റ്റർമാരും വിശ്വാസികളും കാണരുത്. ആമേൻ. മനസാക്ഷിക്ക് യോഗ്യമാകുന്ന നിലവാരത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യം എല്ലാവരോടും എല്ലാ കാര്യവും നടത്തിയോ, നീതിയോടെ പ്രവർത്തിച്ചോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട പൈസയിലോ കൊടുത്തോ, മേടിക്കേണ്ട പൈസ മേടിച്ചോ, എല്ലാവർക്കും ഈക്വലായിട്ട് സോഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. നീ വചനത്തിന് കൂട്ടുചേർത്തോ എന്നുള്ളതാണ് വിഷയം. ഒന്നാമത്തെ കാര്യം, ലജ്ജാകരമായ രഹസ്യങ്ങളെ നീ മറച്ചു വെച്ചോ, ഒന്നാമത്തെ വിഷയം. വചനത്തിന് കൂട്ടുചേർത്തോ, രണ്ടാമത്തെ വിഷയം. ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരം വരാതെ ഒരിക്കലും മനുഷ്യരുടെ മനസാക്ഷി വചനത്തിലേക്ക് തിരിയത്തില്ല. സത്യവചനം പ്രസംഗിക്കാത്തവന്റെ മുമ്പിൽ ഒരിക്കലും എത്ര അഭിനയിച്ചാൽ ഒരു മനുഷ്യൻ മനസാക്ഷി തുറക്കത്തില്ല. ഈ പറയുന്നത് സത്യമാണെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? മനസ്സിലാക്കണം. ഞാൻ നല്ല വ്യക്തിയാണെന്ന് കാണിക്കാൻ കൃത്യം ദശാംശം കൃത്യം പേപ്പറിൽ എഴുതി അത് സെൻട്രലിലേക്ക് കൊടുത്തു. അവർ നല്ല ശുശ്രൂഷകനാണെന്ന് അപ്രൂവ് ചെയ്തു. പറ്റുമ്പോൾ അവിടെ ചെന്ന് ജനറൽ കൺവെൻഷനകത്ത് നിനക്കൊരു മൊമെന്റം ട്രോഫി കിട്ടി, അതിവിടെ കൊണ്ടുവന്ന് ഷെൽഫി വെച്ച് മക്കൾ ചോദിക്കുമ്പോൾ അപ്പന് കിട്ടിയ വലിയ ദാനമാണെന്നൊക്കെ കേൾക്കുക. ഇതൊന്നും അല്ലടേ, ഇതൊന്നും അല്ല. വേലയെന്ന് പറഞ്ഞാൽ നീ വചനത്തിന് കൂട്ടുചേർക്കരുത്. ലജ്ജാകരമായ രഹസ്യങ്ങളെ മൂടി വെക്കരുത്, ഉപായം പ്രയോഗിക്കരുത്. ഇതാണ് ഉപായം. സത്യവചനം പറയുന്നില്ലെങ്കിൽ നീ ഉപായിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് അങ്ങനെ പറയേണ്ടത് പലതും പറയാതെ മൂടി വെച്ച് സ്തോത്രം വിശുദ്ധനെയും കൂടെ അഴുക്കാക്കുന്ന നിന്റെ ചതി ഉപായമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ഇതൊക്കെ സത്യമാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആരാണ് പിന്നെ നേരെ ചൊവ്വേ ഇത് ജീവിക്കുകയുള്ളൂ? ആരാണ് യഥാർത്ഥമായി പ്രസംഗിക്കത്തുള്ളൂ? പിന്നെ ആർക്കാണ് യഥാർത്ഥമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മൾ വായിച്ച 8-ാം അധ്യായം റോമർ അതിൻ്റെ 28ഉം 29 വാക്യം പ്രകാരം വായിക്കുന്ന, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ഉപായായിരിക്കാൻ കഴിയാതുള്ളൂ. വിളിക്കപ്പെട്ടവർക്ക് മാത്രമാണ് വചനത്തിന് കൂട്ടിച്ചേർക്കുന്ന പരിപാടി ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമാ ക്രിസ്തീയ ജീവിതത്തിൽ ഉപായ ജീവിതം ഉപേക്ഷിക്കത്തുള്ളൂ. അല്ലാതെ അവൻ ആരെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവന് വേണ്ടി കരുതുന്നാകിയാൽ പുത്രനെ എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അയച്ചതുകൊണ്ട് ഞാൻ ഉപായിയായിരിക്കരുത്, വചനത്തിന് കൂട്ടുചേർക്കരുത്. എൻ്റെ വചനമല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. സഭയ്ക്കകത്ത് ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചുള്ള വചനം കൊണ്ടുവരരുത്. രണ്ടിലും ഹല്ലേലൂയ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ആമേൻ. ഈ പകൽ നേരം നമ്മൾ ഗ്രഹിക്കുക, നമ്മൾ കർത്താവിന്റെ മക്കളാണ്. അഭിഷേകം പ്രാപിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നാം സ്വർഗത്തിൽ ചെല്ലേണ്ടതിനും തേജസ് പ്രാപിക്കേണ്ടതിനും പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി മുൻ നിയമിച്ചു. അവൻ നിയമിക്കപ്പെട്ടതുകൊണ്ട് അവൻ കാലസമ്പൂർണതയിൽ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ മരിച്ചത് നിമിത്തം നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവർ ഹല്ലേലൂയ ദൈവപുത്രൻ വിശ്വസിക്കാൻ കാരണം പുത്രനെ അയച്ച പിതാവ് സ്വർഗത്തിലുണ്ട്. ഞാൻ പിതാവിന്റെ അടുക്കൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ പ്രിയ പുത്രനിൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. അങ്ങനെയൊക്കെയും ജീവിതം ക്രമീകരിക്കുന്നവന് മാത്രമാണ് ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷയിലും ഹല്ലേലൂയ യാതൊരു ഉപായങ്ങളും പ്രയോഗിക്കാതെ
സത്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. വചനത്തിന് കൂട്ടുചേർക്കരുത്. ഹാളലിയാസോ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് വചനം പറയരുത്. ഹാളലിയ അതിനെ വെളിപ്പെടുത്തേണ്ടത് വെളിപ്പെടുത്തിയും വചനത്തിന് കൂട്ടിച്ചേർക്കാതെയും ജീവിക്കുവാൻ ഇന്ന് പകൽ നേരം പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താവുന്നതാണ്. ഹാളലിയ കർത്താവിന്റെ